ഗവർണർക്ക് തിരിച്ചടി. സാങ്കേതിക ഡിജിറ്റൽ സർവകലാശാലകളിലെ താൽക്കാലിക VC നിയമനത്തിൽ ഗവർണറുടെ അപ്പീൽ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് തള്ളി. സിസ തോമസിനും കെ ശിവപ്രസാദിനും ഇനി സ്ഥാനമൊഴിയാം. കേരളത്തിൽ ഗവർണർ നിയമിച്ച 2 താൽക്കാലിക VCമാർ പുറത്താക്കപ്പെടുന്നു എന്നിടത്ത് ഈ വിധിയുടെ പ്രത്യാഘാതം അവസാനിക്കുന്നില്ല. കേരളത്തിലെ സർവകലാശാലകളിൽ ചാൻസലർ സ്ഥാനം ഉപയോഗിച്ച് RSS അജണ്ട നടപ്പാക്കാൻ ശ്രമിക്കുന്ന BJP ഗവർണർമാരുടെ നയങ്ങൾക്ക് മറ്റൊരു തിരിച്ചടി കൂടി ആവുകയാണ് ഈ കോടതി വിധി. ഇതിൽ നിന്ന് പാഠം പഠിക്കാൻ കേരളത്തിലെ BJP സർക്കാരും കേന്ദ്രത്തിലെ BJP സർക്കാരും അവരുടെ ചട്ടുകമായി പ്രവർത്തിക്കുന്ന ഗവർണറും തയ്യാറാകുമോ എന്നതാണ് ഇപ്പോൾ ഉയരുന്ന ചോദ്യം. ഇപ്പോൾ ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുന്നതിന് വേണ്ടി ഞങ്ങളുടെ റിപ്പോർട്ടർ സാലി മുഹമ്മദ് കൊച്ചിയിൽ നിന്ന് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. സാലി, ഇന്ന് വൈകുന്നേരമാണ് ഈ നിർണായക വിധി വന്നത്. നമ്മുടെ കലുഷിതമായ ഉന്നത വിദ്യാഭ്യാസ രംഗത്തിനാകെ വെള്ളി വെളിച്ചം നൽകാവുന്ന ഈ കോടതി വിധി, അതിൻ്റെ ഹൈലൈറ്റ്സ്, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഏറ്റവും പ്രധാനപ്പെട്ടത് 2 കാര്യം. ഒന്ന്, സർവകലാശാലകളിൽ താൽക്കാലിക VCമാരുടെ നിയമനം. അത് KTUവിൻ്റെയും ഡിജിറ്റലിൻ്റെയും കാര്യത്തിൽ ഇന്ന് വന്ന ഓർഡർ പ്രകാരം സർക്കാർ നൽകുന്ന പട്ടികയിൽ നിന്ന് മാത്രമേ ചാൻസലർക്ക് അഥവാ ഗവർണർക്ക് താൽക്കാലിക VCമാരെ നിയോഗിക്കാവൂ. രണ്ടാമത്തെ കാര്യം, ഒരു താൽക്കാലിക VCയുടെ കാലാവധിയും 6 മാസത്തിലധികം അധികരിക്കാനേ പാടില്ല. ആ 2 സുപ്രധാന പോയിൻറ്റ്സ് ആക്കി അതിനെ നമുക്ക് ചുരുക്കാം. ഇതിൻ്റെ ഒരു പശ്ചാത്തലം നമുക്കൊക്കെ അറിയുന്നത് പോലെ KTUവിലും ഡിജിറ്റലിലും ഡോക്ടർ ശിവപ്രസാദിനെയും ഡോക്ടർ സിസ തോമസിനെയും താൽക്കാലിക VCമാരായി ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ നിയമിക്കുന്നതോടുകൂടിയാണ് തർക്കത്തിൻ്റെ പ്രശ്നം. അവിടെ വൈസ് ചാൻസലർ പദവി ഒഴിവ് വന്നപ്പോൾ സർക്കാർ 3 പേരുടെ പട്ടിക നൽകി. ആ പട്ടിക തള്ളി. ആ പട്ടികയിൽ നിന്ന് ആരെയും എടുക്കാതെ തന്നിഷ്ടപ്രകാരം ഓരോരുത്തരെ സിസ തോമസിനെയും ശിവപ്രസാദിനെയും കണ്ടെത്തി നിയമിക്കുകയായിരുന്നു എന്ന് ആരിഫ് മുഹമ്മദ് ഖാൻ ചെയ്തത്. അതിനെതിരെ സർക്കാർ അന്ന് അപ്പീൽ പോയി. മെയ് 19 അതിൻ്റെ ഓർഡർ വന്നു. അന്ന് സിംഗിൾ ബെഞ്ച് പറഞ്ഞത് അത് സർക്കാർ നൽകുന്ന പട്ടികയിൽ നിന്നും മാത്രമേ താൽക്കാലിക VCമാരെ നിയോഗിക്കാൻ കഴിയൂ. അത് സർവകലാശാല ആക്റ്റിൽ കൃത്യമായി അക്കാര്യം നിർവചിക്കുന്നുണ്ട് എന്ന് അന്ന് കോടതി വ്യക്തതയോടെ പറഞ്ഞതാണ്. പക്ഷേ മാത്രമല്ല, അതിനുശേഷം ഒരു 3-4 ദിവസം കൂടി ഉണ്ടായിരുന്നുള്ളൂ ഇവർക്ക് 2 പേർക്കും കാലാവധി. അതുകൊണ്ട് കോടതി പറഞ്ഞു, നിങ്ങളെ ഇപ്പോൾ പുറത്താക്കുന്നില്ല, ഈ 3-4 ദിവസം കഴിയുമ്പോൾ നിങ്ങളുടെ കാലാവധി കഴിയുമ്പോൾ നിങ്ങൾ ഒഴിവായി പോയിക്കൊള്ളുക എന്ന് ഒരു ഔദാര്യം കൊടുത്തുകൊണ്ടാണ് സിംഗിൾ ബെഞ്ച് ആ കോടതി വിധി അവസാനിപ്പിച്ചത്. അതുകൊണ്ട് അവരെ അന്ന് പുറത്താക്കിയില്ല, ഇനി ഇത് ആവർത്തിക്കരുതെന്ന് പറഞ്ഞ് അവസാനിപ്പിച്ചു. പക്ഷേ അവർ ചെയ്തത്, ഈ സിസ തോമസും ശിവപ്രസാദ് ചെയ്തത് ഡിവിഷൻ ബെഞ്ചിനെ സമീപിച്ചു. ഒപ്പം ചാൻസലറും ഡിവിഷൻ ബെഞ്ചിനെ സമീപിച്ചു. സിംഗിൾ ബെഞ്ച് വിധി റദ്ദാക്കണം അപ്പീൽ ഹർജിയുമായി. അതിൽ വിശദമായ വാദം ജസ്റ്റിസ് അനിൽ കെ നരേന്ദ്രൻ അധ്യക്ഷനായ ഡിവിഷൻ ബെഞ്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ കേട്ടു. അതിൽ കോടതി ഇന്ന് ഉത്തരവ് പറഞ്ഞു. 4:30 അതിൻ്റെ വിധിപ്പകർപ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഹൈക്കോടതിയുടെ സൈറ്റിൽ. കൃത്യമായി പറയുന്നത് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ 2 പോയിൻറ്റുകളാണ് അതിന് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതായത് ഈ കേസിൽ ഗവർണർ ചെയ്ത നടപടി, ആരിഫ് മുഹമ്മദ് ഖാൻ ചാൻസലർ എന്ന പദവി ഉപയോഗിച്ച് ചെയ്ത നടപടി നിയമവിരുദ്ധമാണ്. ഒരു കാരണവശാലും സർക്കാർ നൽകുന്ന പട്ടികയ്ക്ക് പുറത്തു നിന്ന് ഈ സർവകലാശാലകളിലേക്ക് താൽക്കാലിക VCമാരെ നിയോഗിക്കാൻ ചാൻസലർക്ക് ഗവർണർക്ക് അധികാരമില്ല എന്നുള്ളതാണ്. 2 കാര്യങ്ങൾ കോടതി പറയുന്നുണ്ട്. ഒന്ന്, മനസ്സിരുത്തിയല്ല ഗവർണർ ഈ കാര്യം ചെയ്തത്. മറ്റൊന്ന്, ഈ മുൻ കോടതി വിധികൾ പരിഗണിക്കുകയോ പരിശോധിക്കുകയോ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് അതിന് പറഞ്ഞ ഒരു കാര്യം. രണ്ടാമത്തെ പോയിന്റ്, 6 മാസത്തിലധികം ദീർഘിപ്പിക്കാൻ പാടില്ല എന്ന് കോടതി പറഞ്ഞുകൊണ്ട് കോടതി വൈസ് ചാൻസലർമാർ എന്താണ് എന്ന കാര്യത്തിൽ ഒരു നിർവചനം നടത്തുന്നുണ്ട്. അതായത് ഈ അഡ്മിനിസ്ട്രേറ്റീവ് വിങ്ങും അക്കാഡമിക് വിങ്ങും, ഭരണനിർവഹണ സമിതിയും അക്കാഡമിക് വിഭാഗവും തമ്മിൽ ഉള്ള ഒരു പാലമാണ് ഈ സർവകലാശാലയിലും വൈസ് ചാൻസലറുടെ പദവി എന്ന് പറയുന്നത്. അങ്ങനെ ആയിരിക്കണം വൈസ് ചാൻസലർമാർ പ്രവർത്തിക്കേണ്ടത് എന്ന് കോടതി ഓർമ്മിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ അത് ഇപ്പോൾ കോടതിക്ക് മുമ്പിലെത്തിയ KTUവിൻ്റെയും ഡിജിറ്റലിൻ്റെയും കാര്യത്തിൽ മാത്രമല്ല നമുക്കൊക്കെ അറിയുന്നത് പോലെ ബാധകമാവുക. ഇപ്പോൾ കേരളയിൽ അടക്കം നടക്കുന്ന ഈ നാടകങ്ങൾക്കൊക്കെ കോടതി നൽകുന്ന ഒരു ഉത്തരവ് മറുപടിയാണിത് എന്ന കാര്യത്തിലൊരു തർക്കമില്ല. അപ്പം ഇതിൻ്റെ ഒരു നെറ്റ് റിസൾട്ട് എന്ന് പറയുന്നത് ദൂരവ്യാപക പ്രത്യാഘാതം ഉണ്ടാക്കുന്നതാണ്. കോടതി വിധി പറഞ്ഞപ്പോൾ അതിൽ കോട്ട് ചെയ്തിരിക്കുന്നത് ഈ 2 സർവകലാശാല ആക്ട് കൃത്യമായി കോട്ട് ചെയ്തിട്ടുണ്ട്. സുപ്രീം കോടതി ഉത്തരവ് 2 കോട്ട് ചെയ്തിട്ടുണ്ട്. ഒപ്പം UGC റെഗുലേഷൻസിൽ ചില കാര്യങ്ങൾ കോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാവണം സർവകലാശാലകളിൽ വൈസ് ചാൻസലർമാർ പ്രവർത്തിക്കേണ്ടത് എന്നതടക്കം കോടതി പ്രതിപാദിച്ചതും വിശദീകരിച്ചതും ഈ നിയമങ്ങളുടെയും മുൻ ഉത്തരവുകളുടെയും
UGC റെഗുലേഷൻസിൻ്റെ ഒക്കെ പിൻബലത്തിലാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് ഒരു കാരണവശാലും ഇതിൽ നിന്നും മറിച്ചൊരു തീരുമാനത്തിലേക്ക് പോകാൻ ഇനി അപ്പീൽ പോകുമെന്ന് ഗവർണർ പറഞ്ഞാലും നടക്കാൻ പോകുന്നില്ല എന്ന ഉത്തരവ് വായിച്ചാൽ തന്നെ മനസ്സിലാവും. കാരണം അത്ര ക്ലിപ്തവും വസ്തുനിഷ്ഠവും വസ്തുതാപരവുമായ ഒരു ഉത്തരവാണ് ഇന്ന് കോടതിയിൽ നിന്ന് പുറത്തു വന്നിരിക്കുന്നത്. സാലിയാണ് വിവരങ്ങൾ നൽകിയിരിക്കുന്നത്. ഇന്ന് അറിയുന്നത് ഈ ചർച്ചയിൽ നമ്മളോടൊപ്പം പങ്കെടുക്കാൻ എത്തിയിരിക്കുന്നത് കേരള സർവകലാശാല സിൻഡിക്കേറ്റ് അംഗം ഡോക്ടർ ഷിജു ഖാൻ, മുതിർന്ന മാധ്യമപ്രവർത്തകൻ ജേക്കബ് ജോർജ്, മുതിർന്ന മാധ്യമപ്രവർത്തകൻ ജോർജ് പൊടിപ്പാറ, നിരീക്ഷകൻ അഡ്വക്കേറ്റ് ലാൽകുമാർ എന്നിവരാണ്. ഷിജു ഖാൻ, ഞാൻ ഷിജു ഖാനിലേക്ക് വരികയാണ്. താങ്കൾ ഉൾപ്പെട്ട സിൻഡിക്കേറ്റ് ഒക്കെ സർവകലാശാലകളിലെ പ്രശ്നങ്ങളിൽ രൂക്ഷമായ നിലപാടുകൾ എടുത്തുകൊണ്ട് നിലയുറപ്പിക്കുന്നൊരു ഘട്ടത്തിലാണ് ഈ വിധി വരുന്നത്. ഞങ്ങൾ ആമുഖത്തിൽ പറഞ്ഞതുപോലെ തന്നെ കലുഷിതമായ കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് എത്രമാത്രം പ്രതീക്ഷ നൽകുന്ന ഒരു വെള്ളി വെളിച്ചമാണ് ഈ വിധിയിലൂടെ വന്നിരിക്കുന്നത് എന്ന ചോദ്യത്തിൽ നിന്ന് ഞാൻ തുടങ്ങുകയാണ്. ഷിജു, നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മേഖലയ്ക്ക് വേണ്ടി സംസ്ഥാന സർക്കാർ ഒരുപക്ഷെ നമ്മുടെ രാജ്യത്തെ ഏറ്റവും കൂടുതൽ ഫണ്ട് മാറ്റിവെച്ച് അത് വിനിയോഗിക്കുന്ന ഒരു സർക്കാരാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സർക്കാർ. എന്നാൽ നമ്മുടെ ഗവർണർമാർ, മാറി മാറി വരുന്ന ഗവർണർമാർ ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ ഈ നേട്ടങ്ങളെ അംഗീകരിക്കാതെയും സർവകലാശാലകളുടെ തലപ്പത്തേക്ക് തങ്ങൾക്കിഷ്ടമുള്ള സംഘപരിവാറിൻ്റെ രാഷ്ട്രീയ പ്രയോക്താക്കളെ തിരികെ കയറ്റുകയും ചെയ്യുന്ന അങ്ങേയറ്റം ദൗർഭാഗ്യകരമായ ഒരു അന്തരീക്ഷം കേരളത്തിൽ നിലനിൽക്കുകയാണ്. ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റിയുടെയും ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയുടെയും താൽക്കാലിക വൈസ് ചാൻസലർമാർക്ക് തുടരാൻ കഴിയാത്ത വിധം ഹൈക്കോടതിയുടെ ഉത്തരവ് പുറപ്പെടുവിച്ചത് രാജ്ഭവന് നേരായിട്ടുള്ള കനത്ത പ്രഹരമായിട്ടാണ് തീർച്ചയായിട്ടും നമ്മൾ കാണുന്നത്. കാരണം രണ്ട് യൂണിവേഴ്സിറ്റി നിയമങ്ങളിലും കൃത്യമായും ഒരു ഒഴിവ് വരുന്ന സാഹചര്യത്തിൽ, ഒരു പെർമനൻ്റ് VCയുടെ ഒഴിവ് വരുന്ന സാഹചര്യത്തിൽ എങ്ങനെയാണ് താൽക്കാലിക VCമാരെ നിയമിക്കേണ്ടത് എന്ന കാര്യം കൃത്യമായി പ്രതിപാദിക്കുന്നുണ്ട്. അത് സർക്കാർ കൊടുക്കുന്ന ശുപാർശയിന്മേലായിരിക്കണം തീരുമാനമെടുക്കേണ്ടത് എന്ന കാര്യം വ്യക്തമാക്കിയ സർവകലാശാല നിയമങ്ങളാണ് ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയുടെ കാര്യത്തിലും ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റിയുടെ കാര്യത്തിലും നിലവിലുള്ളത്. ഈ നിയമങ്ങൾ പാസ്സാക്കുന്നത് നിയമസഭയാണ്. അപ്പോൾ നിയമസഭ പാസ്സാക്കുന്ന നിയമങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്രമേ ചാൻസലർക്ക് തൻ്റെ പ്രവർത്തനം നിർവഹിക്കാൻ കഴിയൂ. കാരണം ചാൻസലർ എന്ന നിലയിലാണ് സർവകലാശാലകളുടെ ഹെഡായിട്ട് പിന്നെ ഗവർണറെ ചുമതലപ്പെടുത്തിയിരിക്കുന്നത് ചാൻസലറായി പ്രവർത്തിക്കുന്നത് സർവകലാശാല നിയമങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. അതല്ലാതെ ഭരണഘടനാപരമായിട്ട് ചാൻസലർ എന്ന പൊസിഷന് പ്രത്യേകമായിട്ടുള്ള അവകാശങ്ങളൊന്നുമില്ല. അതോടൊപ്പം ഗവർണർക്ക് യൂണിവേഴ്സിറ്റികളുടെ മേൽ ഭരണഘടനാപരമായ അവകാശങ്ങളൊന്നുമില്ല. ചാൻസലർക്ക് നൽകുന്ന അവകാശം നിയമസഭ പാസാക്കുന്ന നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഇവിടെ പെർമനൻ്റ് VCമാരുടെ നിയമന കാര്യത്തിൽ എങ്ങനെയാണ് രാജ്യത്തിപ്പോൾ പ്രതിസന്ധി രൂപപ്പെട്ടത്? അതത് സംസ്ഥാന നിയമസഭകൾ പാസാക്കുന്ന നിയമങ്ങൾക്ക് ആ നിയമങ്ങളെ വില കൽപ്പിക്കാതെയും അതിനെ മാനിക്കാതെയും UGC റെഗുലേഷൻ എന്ന് പറഞ്ഞ പേരിൽ കേന്ദ്ര ഗവൺമെൻറ് അടിച്ചേൽപ്പിക്കുന്ന തെറ്റായ നയസമീപനങ്ങൾ അത് സംസ്ഥാനങ്ങൾ സ്വീകരിക്കാൻ അവരെ നിർബന്ധിക്കുകയാണ്. കേരള നിയമസഭ പാസാക്കിയ നിയമമുണ്ട്. നമ്മുടെ സർവകലാശാലകളുടെ വൈസ് ചാൻസലറെ നിയമിക്കുന്ന കാര്യത്തിൽ, സെർച്ച് കമ്മിറ്റിയുടെ കാര്യത്തിൽ, അതോടൊപ്പം ചാൻസലർ ആരായിരിക്കണമെന്ന കാര്യത്തിലൊക്കെ നിയമസഭ പാസാക്കിയിട്ടുള്ള ബില്ലുണ്ട്. അതിനെ ഗവർണർ പിടിച്ചു വയ്ക്കുകയാണ്. ഒടുവിൽ സംസ്ഥാന ഗവൺമെൻറ്റിന് തന്നെ സുപ്രീം കോടതിയിലേക്ക് പോകേണ്ടി വന്ന സാഹചര്യമുണ്ട്. തമിഴ്നാട് ഗവൺമെൻറ് സുപ്രീം കോടതിയിൽ പോവുകയും അനുകൂലമായ വിധി ഉണ്ടാവുകയും ചെയ്തു. ഇപ്പോൾ വന്നിട്ടുള്ള കേരള ഹൈക്കോടതിയുടെ വിധിയുടെ പ്രധാനമായിട്ടുള്ളൊരു കാര്യം, ഇപ്പോൾ നേരത്തെ പശ്ചിമ ബംഗാളിൽ ഏകപക്ഷീയമായിട്ട് അവിടുത്തെ ചാൻസലർ നിരവധി വൈസ് ചാൻസലർമാരെ നിയമിച്ചു. സർക്കാരുമായി കൂടിയാലോചന നടത്തിയില്ല. ക്യാബിനറ്റുമായിട്ട് അറിയിക്കാതെ, സർക്കാരിനെ അറിയിക്കാതെ ഏകപക്ഷീയമായി നിയമനം നടത്തുന്ന സാഹചര്യം ഉണ്ടായി. സുപ്രീം കോടതി ഇടപെട്ടു. ഒടുവിൽ സർക്കാരുമായി ആലോചിക്കണം, അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം നിയമനം നടത്തേണ്ടത് എന്ന കാര്യത്തിൽ വ്യക്തത വരുത്തി.
ഇവിടെ 2 വൈസ് ചാൻസലർമാരെ താൽക്കാലികമായി ചുമതലയേൽപ്പിച്ചു. രണ്ടുപേരും എന്താ ചെയ്തത്? ഇവിടെ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയുടെ വി സി ആയിട്ടുള്ള പിന്നെ സിസ തോമസ് ആകട്ടെ, ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റിയുടെ വി സി ആയി പ്രവർത്തിച്ച ശിവപ്രസാദ് ആകട്ടെ, RSSൻ്റെ സംഘപരിവാറിൻ്റെ രാഷ്ട്രീയം പരസ്യമായി തന്നെ അവർ വിനിയോഗിക്കുകയാണ്. ശിവപ്രസാദ് എങ്ങനെയാ ചുമതല എടുക്കാൻ പോകുന്നത്? തെളിവുകളുണ്ട്. RSSൻ്റെ അവരുടെ സർവീസ് സംഘടന ഓഫീസിൽ നിന്ന് BJPയുടെ കോർപ്പറേഷൻ കൗൺസിലറുടെ അടക്കം സാന്നിധ്യത്തിൽ അവിടെ നടന്ന ചടങ്ങിന് ശേഷം VC ചുമതലയേൽക്കാൻ വരികയാണ്. അപ്പോൾ സംഘപരിവാർ നിയോഗിക്കുകയാണ് രണ്ടുപേരെയും. ഇവരുടെ രണ്ടുപേരുടെയും നിയമനം തെറ്റാണെന്ന് ഹൈക്കോടതിയുടെ പിന്നെ സിംഗിൾ ബെഞ്ച് വിധിച്ചിട്ടും പിന്നെ ഗവർണർ പിന്നോട്ട് പോയില്ല, ചാൻസലർ പിന്നോട്ട് പോയില്ല. ഇപ്പോൾ ഡിവിഷൻ ബെഞ്ച് ശക്തമായി നിലപാട് സ്വീകരിക്കുകയാണ്. ഇനിയും തെറ്റായ കാര്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ തുടരാനാണ് തീരുമാനമെങ്കിൽ ശക്തമായ ബഹുജനരോഷം ഇവിടെ ഉയർന്നു വരും. തിരിച്ചു വരാം ഷിജു ഖാൻ. ജേക്കബ് ജോർജ്, ഞാൻ താങ്കളിലേക്ക് വരികയാണ്. കേരളത്തിൽ കുറേയായിട്ട് ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ഈ പ്രശ്നം ചാൻസലർ എന്ന നിലയ്ക്ക് ഗവർണർ എടുക്കുന്ന ഒരു നിലപാട് പ്രശ്നമായി വരുന്നുണ്ട്. അതിൻ്റെ ഒരു സാഹചര്യത്തിലാണ് ഈ വിധി വരുന്നത്. ഇതാവട്ടെ, ഈ 2 നിയമനങ്ങളും മുൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ നടത്തിയതാണ്. അതിനെതിരെ വിധി വന്നു കഴിഞ്ഞ് ഈ അപ്പീലുമായി പോയത് ഇപ്പോഴത്തെ ഗവർണറാണ്. 2 ഗവർണർമാർക്കും തിരിച്ചടി, മുഖമടച്ച് അടി എന്ന നിലയ്ക്കാണ് ഞങ്ങൾ ഈ വാർത്ത കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഈ വിധിയെ മുതിർന്നൊരു മാധ്യമപ്രവർത്തകൻ എന്ന നിലയ്ക്ക് ജേക്കബ് ജോർജ് എങ്ങനെയാണ് കാണുന്നത്? കാരണം അത് ഹൈക്കോടതി സ്വീകരിച്ചിരിക്കുന്നത് ജനാധിപത്യ വ്യവസ്ഥയിൽ ജനങ്ങളുടെ പങ്ക്, ജനങ്ങളുടെ അധികാരം, ജനങ്ങളുടെ അവകാശം, അതിനേക്കാൾ അപ്പുറത്ത് ജനപ്രതിനിധികൾക്ക് നിയമസഭയിൽ അവരുടെ നിലപാടുകൾക്ക്, അവരുടെ തീരുമാനങ്ങൾക്കുള്ള വില, അതിനൊക്കെയും വില കൽപ്പിച്ചുകൊണ്ട്, അതിനൊക്കെയും പ്രാധാന്യവും പ്രാമുഖ്യം കൽപ്പിച്ചുകൊണ്ടുള്ള വിധിയാണ് ഹൈക്കോടതിയുടേത്. സിംഗിൾ ബെഞ്ചിൻ്റേതാണെങ്കിലും ഇന്ന് വന്ന ഡിവിഷൻ ബെഞ്ചിൻ്റേതാണെങ്കിലും. ഇതിനെ തരിമ്പും പരിഗണിക്കാൻ, ഇതിന് പുല്ല് വില പോലും നൽകാതിരിക്കാനാണ് നമ്മുടെ 2 ഗവർണർമാർ, കേരളത്തിൽ ഭരിച്ച 2 ഗവർണർമാർ തീരുമാനിച്ചത്, നടപടി സ്വീകരിച്ചത്. നോക്ക്, ഷുജി ഖാൻ കേരള സർവകലാശാലയുടെ സിൻഡിക്കേറ്റ് അംഗമാണ്. സർവകലാശാല ഭരണം കുത്തഴിഞ്ഞില്ലേ ഒറ്റയാഴ്ച കൊണ്ട്? അതും എങ്ങാണ്ടിരുന്നൊരു താൽക്കാലിക VC ഇവിടെ കയറി വന്നിട്ട് ഇവിടെ നിയമിക്കപ്പെട്ട് ഒരാഴ്ച കൊണ്ട് അതെല്ലാം ഒരുവിധമൊക്കെ എങ്ങനെ ശരിയാക്കി കൊടുത്തു. അതാണ് ഒരു ഉത്തരവാദിത്വമില്ല. ജനങ്ങളോട് അവർക്ക് ഉത്തരവാദിത്വമില്ല, സർവകലാശാലയുടെ ഉത്തരവാദിത്വമില്ല, സെനറ്റിനോടും സിൻഡിക്കേറ്റിനോടും ഒരു ഉത്തരവാദിത്വമില്ല. ഗവർണർക്ക് തിരിച്ചടി. സാങ്കേതിക ഡിജിറ്റൽ സർവകലാശാലകളിലെ താൽക്കാലിക VC നിയമനത്തിൽ ഗവർണറുടെ അപ്പീൽ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് തള്ളി. സിസ തോമസിനും കെ ശിവപ്രസാദിനും ഇനി സ്ഥാനമൊഴിയാം. കേരളത്തിൽ ഗവർണർ നിയമിച്ച 2 താൽക്കാലിക VCമാർ പുറത്താക്കപ്പെടുന്നു എന്നിടത്ത് ഈ വിധിയുടെ പ്രത്യാഘാതം അവസാനിക്കുന്നില്ല. കേരളത്തിലെ സർവകലാശാലകളിൽ ചാൻസലർ സ്ഥാനം ഉപയോഗിച്ച് RSS അജണ്ട നടപ്പാക്കാൻ ശ്രമിക്കുന്ന BJP ഗവർണർമാരുടെ നയങ്ങൾക്ക് മറ്റൊരു തിരിച്ചടി കൂടി ആവുകയാണ് ഈ കോടതി വിധി. ഇതിൽ നിന്ന് പാഠം പഠിക്കാൻ കേരളത്തിലെ BJP സർക്കാരും കേന്ദ്രത്തിലെ BJP സർക്കാരും അവരുടെ ചട്ടുകമായി പ്രവർത്തിക്കുന്ന ഗവർണറും തയ്യാറാകുമോ എന്നതാണ് ഇപ്പോൾ ഉയരുന്ന ചോദ്യം. ഇപ്പോൾ ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുന്നതിന് വേണ്ടി ഞങ്ങളുടെ റിപ്പോർട്ടർ സാലി മുഹമ്മദ് കൊച്ചിയിൽ നിന്ന് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. സാലി, ഇന്ന് വൈകുന്നേരമാണ് ഈ നിർണായക വിധി വന്നത്. നമ്മുടെ കലുഷിതമായ ഉന്നത വിദ്യാഭ്യാസ രംഗത്തിനാകെ വെള്ളി വെളിച്ചം നൽകാവുന്ന ഈ കോടതി വിധി, അതിൻ്റെ ഹൈലൈറ്റ്സ്, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഏറ്റവും പ്രധാനപ്പെട്ടത് 2 കാര്യം. ഒന്ന്, സർവകലാശാലകളിൽ താൽക്കാലിക VCമാരുടെ നിയമനം. അത് KTUവിൻ്റെയും ഡിജിറ്റലിൻ്റെയും കാര്യത്തിൽ ഇന്ന് വന്ന ഓർഡർ പ്രകാരം സർക്കാർ നൽകുന്ന പട്ടികയിൽ നിന്ന് മാത്രമേ ചാൻസലർക്ക് അഥവാ ഗവർണർക്ക് താൽക്കാലിക VCമാരെ നിയോഗിക്കാവൂ. രണ്ടാമത്തെ കാര്യം, ഒരു താൽക്കാലിക VCയുടെ കാലാവധിയും 6 മാസത്തിലധികം അധികരിക്കാനേ പാടില്ല. ആ 2 സുപ്രധാന പോയിന്റ്സ് ആക്കി അതിനെ നമുക്ക് ചുരുക്കാം. ഇതിൻ്റെ ഒരു പശ്ചാത്തലം നമുക്കൊക്കെ അറിയുന്നത് പോലെ KTUവിലും ഡിജിറ്റലിലും
ഡോക്ടർ ശിവപ്രസാദിനെയും ഡോക്ടർ സിസ തോമസിനെയും താൽക്കാലിക വി സിമാരായി ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ നിയമിക്കുന്നതോടുകൂടിയാണ് തർക്കത്തിൻ്റെ പ്രശ്നം. അവിടെ വൈസ് ചാൻസലർ പദവി ഒഴിവ് വന്നപ്പോൾ സർക്കാർ 3 പേരുടെ പട്ടിക നൽകി. ആ പട്ടിക തള്ളി. ആ പട്ടികയിൽ നിന്ന് ആരെയും എടുക്കാതെ തന്നിഷ്ടപ്രകാരം ഓരോരുത്തരെ സിസ തോമസിനെയും ശിവപ്രസാദിനെയും കണ്ടെത്തി നിയമിക്കുകയായിരുന്നു എന്ന് ആരിഫ് മുഹമ്മദ് ഖാൻ ചെയ്തത്. അതിനെതിരെ സർക്കാർ അന്ന് അപ്പീൽ പോയി. മെയ് 19 അതിൻ്റെ ഓർഡർ വന്നു. അന്ന് സിംഗിൾ ബെഞ്ച് പറഞ്ഞത് അത് സർക്കാർ നൽകുന്ന പട്ടികയിൽ നിന്നും മാത്രമേ താൽക്കാലിക വി സിമാരെ നിയോഗിക്കാൻ കഴിയൂ. അത് സർവകലാശാല ആക്റ്റിൽ കൃത്യമായി അക്കാര്യം നിർവചിക്കുന്നുണ്ട് എന്ന് അന്ന് കോടതി വ്യക്തതയോടെ പറഞ്ഞതാണ്. പക്ഷേ മാത്രമല്ല അതിനുശേഷം ഒരു 3-4 ദിവസം കൂടി ഉണ്ടായിരുന്നുള്ളൂ ഇവർക്ക് 2 പേർക്കും കാലാവധി. അതുകൊണ്ട് കോടതി പറഞ്ഞു നിങ്ങളെ ഇപ്പോൾ പുറത്താക്കുന്നില്ല, ഈ 3-4 ദിവസം കഴിയുമ്പോൾ നിങ്ങളുടെ കാലാവധി കഴിയുമ്പോൾ നിങ്ങൾ ഒഴിവായി പോയിക്കൊള്ളുക എന്ന ഒരു ഔദാര്യം കൊടുത്തുകൊണ്ടാണ് സിംഗിൾ ബെഞ്ച് ആ കോടതി വിധി അവസാനിപ്പിച്ചത്. അതുകൊണ്ട് അവരെ അന്ന് പുറത്താക്കിയില്ല, ഇനി ഇത് ആവർത്തിക്കരുതെന്ന് പറഞ്ഞ് അവസാനിപ്പിച്ചു. പക്ഷേ അവർ ചെയ്തത്, ഈ സിസ തോമസും ശിവപ്രസാദ് ചെയ്തത് ഡിവിഷൻ ബെഞ്ചിനെ സമീപിച്ചു, ഒപ്പം ചാൻസലറും ഡിവിഷൻ ബെഞ്ചിനെ സമീപിച്ചു. സിംഗിൾ ബെഞ്ച് വിധി റദ്ദാക്കണം അപ്പീൽ ഹർജിയുമായി. അതിൽ വിശദമായ വാദം ജസ്റ്റിസ് അനിൽ കെ നരേന്ദ്രൻ അധ്യക്ഷനായ ഡിവിഷൻ ബെഞ്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ കേട്ടു. അതിൽ കോടതി ഇന്ന് ഉത്തരവ് പറഞ്ഞു 4:30. അതിൻ്റെ വിധിപ്പകർപ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഹൈക്കോടതിയുടെ സൈറ്റിൽ. കൃത്യമായി പറയുന്നത് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ 2 പോയിൻറ്റുകളാണ് അതിന് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതായത് ഈ കേസിൽ ഗവർണർ ചെയ്ത നടപടി, ആരിഫ് മുഹമ്മദ് ഖാൻ ചാൻസലർ എന്ന പദവി ഉപയോഗിച്ച് ചെയ്ത നടപടി നിയമവിരുദ്ധമാണ്. ഒരു കാരണവശാലും സർക്കാർ നൽകുന്ന പട്ടികയ്ക്ക് പുറത്തു നിന്ന് ഈ സർവകലാശാലകളിലേക്ക് താൽക്കാലിക വി സിമാരെ നിയോഗിക്കാൻ ചാൻസലർക്ക് ഗവർണർക്ക് അധികാരമില്ല എന്നുള്ളതാണ്. 2 കാര്യങ്ങൾ കോടതി പറയുന്നുണ്ട്. ഒന്ന്, മനസ്സിരുത്തിയല്ല ഗവർണർ ഈ കാര്യം ചെയ്തത്. മറ്റൊന്ന്, ഈ മുൻ കോടതി വിധികൾ പരിഗണിക്കുകയോ പരിശോധിക്കുകയോ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് അതിന് പറഞ്ഞ ഒരു കാര്യം. രണ്ടാമത്തെ പോയിന്റ്, 6 മാസത്തിലധികം ദീർഘിപ്പിക്കാൻ പാടില്ല എന്ന് കോടതി പറഞ്ഞുകൊണ്ട് കോടതി വൈസ് ചാൻസലർമാർ എന്താണ് എന്ന കാര്യത്തിൽ ഒരു നിർവചനം നടത്തുന്നുണ്ട്. അതായത് ഈ അഡ്മിനിസ്ട്രേറ്റീവ് വിങ്ങും അക്കാഡമിക് വിങ്ങും, ഭരണനിർവഹണ സമിതിയും അക്കാഡമിക് വിഭാഗവും തമ്മിൽ ഉള്ള ഒരു പാലമാണ് ഈ സർവകലാശാലയിലും വൈസ് ചാൻസലറുടെ പദവി എന്ന് പറയുന്നത്. അങ്ങനെ ആയിരിക്കണം വൈസ് ചാൻസലർമാർ പ്രവർത്തിക്കേണ്ടത് എന്ന് കോടതി ഓർമ്മിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ അത് ഈ ഇപ്പോൾ കോടതിക്ക് മുമ്പിലെത്തിയ KTUവിൻ്റെയും ഡിജിറ്റലിൻ്റെയും കാര്യത്തിൽ മാത്രമല്ല നമുക്കൊക്കെ അറിയുന്നത് പോലെ ബാധകമാവുക. ഇപ്പോൾ കേരളയിൽ അടക്കം നടക്കുന്ന ഈ നാടകങ്ങൾക്കൊക്കെ കോടതി നൽകുന്ന ഒരു ഉത്തരവ് മറുപടിയാണിത് എന്ന കാര്യത്തിലൊരു തർക്കമില്ല. അപ്പം ഇതിൻ്റെ ഒരു നെറ്റ് റിസൾട്ട് എന്ന് പറയുന്നത് ദൂരവ്യാപക പ്രത്യാഘാതം ഉണ്ടാക്കുന്നതാണ്. കോടതി വിധി പറഞ്ഞപ്പോൾ അതിൽ കോട്ട് ചെയ്തിരിക്കുന്നത് ഈ 2 സർവകലാശാല ആക്ട് കൃത്യമായി കോട്ട് ചെയ്തിട്ടുണ്ട്. സുപ്രീം കോടതി ഉത്തരവ് 2 കോട്ട് ചെയ്തിട്ടുണ്ട്. ഒപ്പം UGC റെഗുലേഷൻസിൽ ചില കാര്യങ്ങൾ കോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാവണം സർവകലാശാലകളിൽ വൈസ് ചാൻസലർമാർ പ്രവർത്തിക്കേണ്ടത് എന്നതടക്കം കോടതി പ്രതിപാദിച്ചതും വിശദീകരിച്ചതും ഈ നിയമങ്ങളുടെയും മുൻ ഉത്തരവുകളുടെയും UGC റെഗുലേഷൻസിൻ്റെയൊക്കെ പിൻബലത്തിലാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് ഒരു കാരണവശാലും ഇതിൽ നിന്നും മറിച്ചൊരു തീരുമാനത്തിലേക്ക് പോകാൻ ഇനി അപ്പീൽ പോകുമെന്ന് ഗവർണർ പറഞ്ഞാലും നടക്കാൻ പോകുന്നില്ല എന്ന ഉത്തരവ് വായിച്ചാൽ തന്നെ മനസ്സിലാവും. കാരണം അത്ര ക്ലിപ്തവും വസ്തുനിഷ്ഠവും വസ്തുതാപരവുമായ ഒരു ഉത്തരവാണ് ഇന്ന് കോടതിയിൽ നിന്ന് പുറത്തു വന്നിരിക്കുന്നത്. സാലിയാണ് വിവരങ്ങൾ നൽകിയിരിക്കുന്നത്. ഇന്ന് അറിയുന്നത് പോലെ ഈ ചർച്ചയിൽ നമ്മളോടൊപ്പം പങ്കെടുക്കാൻ എത്തിയിരിക്കുന്നത് കേരള സർവകലാശാല സിൻഡിക്കേറ്റ് അംഗം ഡോക്ടർ ഷിജു ഖാൻ, മുതിർന്ന മാധ്യമപ്രവർത്തകൻ ജേക്കബ് ജോർജ്, മുതിർന്ന മാധ്യമപ്രവർത്തകൻ ജോർജ് പൊടിപ്പാറ, നിരീക്ഷകൻ അഡ്വക്കേറ്റ് ലാൽകുമാർ എന്നിവരാണ്. ഷിജു ഖാൻ, ഞാൻ ഷിജു ഖാനിലേക്ക് വരികയാണ്. താങ്കൾ ഉൾപ്പെട്ട സിൻഡിക്കേറ്റ് ഒക്കെ സർവകലാശാലകളിലെ പ്രശ്നങ്ങളിൽ രൂക്ഷമായ നിലപാടുകൾ എടുത്തുകൊണ്ട് നിലയുറപ്പിക്കുന്നൊരു ഘട്ടത്തിലാണ് ഈ വിധി വരുന്നത്. ഞങ്ങൾ ആമുഖത്തിൽ പറഞ്ഞതുപോലെ തന്നെ കലുഷിതമായ കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് എത്രമാത്രം പ്രതീക്ഷ നൽകുന്ന ഒരു വെള്ളി വെളിച്ചമാണ് ഈ വിധിയിലൂടെ വന്നിരിക്കുന്നത് എന്ന ചോദ്യത്തിൽ നിന്ന് ഞാൻ തുടങ്ങുകയാണ്. ഷിജു, നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മേഖലയ്ക്ക് വേണ്ടി സംസ്ഥാന സർക്കാർ ഒരുപക്ഷെ നമ്മുടെ രാജ്യത്തെ ഏറ്റവും കൂടുതൽ ഫണ്ട് മാറ്റിവെച്ച് അത് വിനിയോഗിക്കുന്ന ഒരു സർക്കാരാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സർക്കാർ. എന്നാൽ നമ്മുടെ ഗവർണർമാർ, മാറി മാറി വരുന്ന ഗവർണർമാർ ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ ഈ നേട്ടങ്ങളെ അംഗീകരിക്കാതെയും സർവകലാശാലകളുടെ തലപ്പത്തേക്ക് തങ്ങൾക്കിഷ്ടമുള്ള സംഘപരിവാറിൻ്റെ
രാഷ്ട്രീയ പ്രയോക്താക്കളെ തിരികെ കയറ്റുകയും ചെയ്യുന്ന അങ്ങേയറ്റം ദൗർഭാഗ്യകരമായ ഒരു അന്തരീക്ഷം കേരളത്തിൽ നിലനിൽക്കുകയാണ്. ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റിയുടെയും ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയുടെയും താൽക്കാലിക വൈസ് ചാൻസലർമാർക്ക് തുടരാൻ കഴിയാത്ത വിധം ഹൈക്കോടതിയുടെ ഉത്തരവ് പുറപ്പെടുവിച്ചത് രാജ്ഭവന് നേരായിട്ടുള്ള കനത്ത പ്രഹരമായിട്ടാണ് തീർച്ചയായിട്ടും നമ്മൾ കാണുന്നത്. കാരണം രണ്ട് യൂണിവേഴ്സിറ്റി നിയമങ്ങളിലും കൃത്യമായും ഒരു ഒഴിവ് വരുന്ന സാഹചര്യത്തിൽ, ഒരു പെർമനൻ്റ് വി സിയുടെ ഒഴിവ് വരുന്ന സാഹചര്യത്തിൽ എങ്ങനെയാണ് താൽക്കാലിക വി സിമാരെ നിയമിക്കേണ്ടത് എന്ന കാര്യം കൃത്യമായി പ്രതിപാദിക്കുന്നുണ്ട്. അത് സർക്കാർ കൊടുക്കുന്ന ശുപാർശയിന്മേലായിരിക്കണം തീരുമാനമെടുക്കേണ്ടത് എന്ന കാര്യം വ്യക്തമാക്കിയ സർവകലാശാല നിയമങ്ങളാണ് ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയുടെ കാര്യത്തിലും ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റിയുടെ കാര്യത്തിലും നിലവിലുള്ളത്. ഈ നിയമങ്ങൾ പാസ്സാക്കുന്നത് നിയമസഭയാണ്. അപ്പോൾ നിയമസഭ പാസ്സാക്കുന്ന നിയമങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്രമേ ചാൻസലർക്ക് തൻ്റെ ആക്ട് തൻ്റെ പ്രവർത്തനം നിർവഹിക്കാൻ കഴിയൂ. കാരണം ചാൻസലർ എന്ന നിലയിലാണ് സർവകലാശാലകളുടെ ഹെഡായിട്ട് പിന്നെ ഗവർണറെ ചുമതലപ്പെടുത്തിയിരിക്കുന്നത് ചാൻസലറായി പ്രവർത്തിക്കുന്നത് സർവകലാശാല നിയമങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. അതല്ലാതെ ഭരണഘടനാപരമായിട്ട് ചാൻസലർ എന്ന പൊസിഷന് പ്രത്യേകമായിട്ടുള്ള അവകാശങ്ങളൊന്നുമില്ല. അതോടൊപ്പം ഗവർണർക്ക് യൂണിവേഴ്സിറ്റികളുടെ മേൽ ഭരണഘടനാപരമായ അവകാശങ്ങളൊന്നുമില്ല. ചാൻസലർക്ക് നൽകുന്ന അവകാശം നിയമസഭ പാസാക്കുന്ന നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഇവിടെ പെർമനൻ്റ് വി സിമാരുടെ നിയമന കാര്യത്തിൽ എങ്ങനെയാണ് രാജ്യത്തിപ്പോൾ പ്രതിസന്ധി രൂപപ്പെട്ടത്? അതത് സംസ്ഥാന നിയമസഭകൾ പാസാക്കുന്ന നിയമങ്ങൾക്ക് ആ നിയമങ്ങളെ വില കൽപ്പിക്കാതെയും അതിനെ മാനിക്കാതെയും UGC റെഗുലേഷൻ എന്ന് പറഞ്ഞ പേരിൽ കേന്ദ്ര ഗവൺമെൻറ് അടിച്ചേൽപ്പിക്കുന്ന തെറ്റായ നയസമീപനങ്ങൾ അത് സംസ്ഥാനങ്ങൾ സ്വീകരിക്കാൻ അവരെ നിർബന്ധിക്കുകയാണ്. കേരള നിയമസഭ പാസാക്കിയ നിയമമുണ്ട്. നമ്മുടെ സർവകലാശാലകളുടെ വൈസ് ചാൻസലറെ നിയമിക്കുന്ന കാര്യത്തിൽ, സെർച്ച് കമ്മിറ്റിയുടെ കാര്യത്തിൽ, അതോടൊപ്പം ചാൻസലർ ആരായിരിക്കണമെന്ന കാര്യത്തിലൊക്കെ നിയമസഭ പാസാക്കിയിട്ടുള്ള ബില്ലുണ്ട്. അതിനെ ഗവർണർ പിടിച്ചു വയ്ക്കുകയാണ്. ഒടുവിൽ സംസ്ഥാന ഗവൺമെൻറ്റിന് തന്നെ സുപ്രീം കോടതിയിലേക്ക് പോകേണ്ടി വന്ന സാഹചര്യമുണ്ട്. തമിഴ്നാട് ഗവൺമെൻറ് സുപ്രീം കോടതിയിൽ പോവുകയും അനുകൂലമായ വിധി ഉണ്ടാവുകയും ചെയ്തു. ഇപ്പോൾ വന്നിട്ടുള്ള കേരള ഹൈക്കോടതിയുടെ വിധിയുടെ പ്രധാനമായിട്ടുള്ളൊരു കാര്യം, ഇപ്പോൾ നേരത്തെ പശ്ചിമ ബംഗാളിൽ ഏകപക്ഷീയമായിട്ട് അവിടുത്തെ ചാൻസലർ നിരവധി വൈസ് ചാൻസലർമാരെ നിയമിച്ചു. സർക്കാരുമായി കൂടിയാലോചന നടത്തിയില്ല. ക്യാബിനറ്റുമായിട്ട് അറിയിക്കാതെ, സർക്കാരിനെ അറിയിക്കാതെ ഏകപക്ഷീയമായി നിയമനം നടത്തുന്ന സാഹചര്യം ഉണ്ടായി. സുപ്രീം കോടതി ഇടപെട്ടു. ഒടുവിൽ സർക്കാരുമായി ആലോചിക്കണം, അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം നിയമനം നടത്തേണ്ടത് എന്ന കാര്യത്തിൽ വ്യക്തത വരുത്തി. ഇവിടെ രണ്ട് വൈസ് ചാൻസലർമാരെ താൽക്കാലികമായി ചുമതലയേൽപ്പിച്ചു. രണ്ടുപേരും എന്താ ചെയ്തത്? ഇവിടെ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയുടെ വി സി ആയിട്ടുള്ള സിസ തോമസ് ആകട്ടെ, ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റിയുടെ വി സി ആയി പ്രവർത്തിച്ച ശിവപ്രസാദ് ആകട്ടെ, RSSൻ്റെ സംഘപരിവാറിൻ്റെ രാഷ്ട്രീയം പരസ്യമായി തന്നെ അവർ വിനിയോഗിക്കുകയാണ്. ശിവപ്രസാദ് എങ്ങനെയാ ചുമതല എടുക്കാൻ പോകുന്നത്? തെളിവുകളുണ്ട്. RSSൻ്റെ അവരുടെ സർവീസ് സംഘടനാ ഓഫീസിൽ നിന്ന് BJPയുടെ കോർപ്പറേഷൻ കൗൺസിലറുടെ അടക്കം സാന്നിധ്യത്തിൽ അവിടെ നടന്ന ചടങ്ങിന് ശേഷം VC ആയി ചുമതലയേൽക്കാൻ വരികയാണ്. അപ്പോൾ സംഘപരിവാർ നിയോഗിക്കുകയാണ് രണ്ടുപേരെയും. ഇവരുടെ രണ്ടുപേരുടെയും നിയമനം തെറ്റാണെന്ന് ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ച് വിധിച്ചിട്ടും ഗവർണർ പിന്നോട്ട് പോയില്ല, ചാൻസലർ പിന്നോട്ട് പോയില്ല. ഇപ്പോൾ ഡിവിഷൻ ബെഞ്ച് ശക്തമായി നിലപാട് സ്വീകരിക്കുകയാണ്. ഇനിയും തെറ്റായ കാര്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ തുടരാനാണ് തീരുമാനമെങ്കിൽ ശക്തമായ ബഹുജനരോഷം ഇവിടെ ഉയർന്നു വരും. തിരിച്ചു വരാം ഷിജു ഖാൻ. ജേക്കബ് ജോർജ്, ഞാൻ താങ്കളിലേക്ക് വരികയാണ്. കേരളത്തിൽ കുറേയായിട്ട് ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ഈ പ്രശ്നം ചാൻസലർ എന്ന നിലയ്ക്ക് ഗവർണർ എടുക്കുന്ന ഒരു നിലപാട് പ്രശ്നമായി വരുന്നുണ്ട്. അതിൻ്റെ ഒരു സാഹചര്യത്തിലാണ് ഈ വിധി വരുന്നത്. ഇതാവട്ടെ, ഈ രണ്ട് നിയമനങ്ങളും മുൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ നടത്തിയതാണ്. അതിനെതിരെ വിധി വന്നു കഴിഞ്ഞ് ഈ അപ്പീലുമായി പോയത് ഇപ്പോഴത്തെ ഗവർണറാണ്. രണ്ട് ഗവർണർമാർക്കും തിരിച്ചടി, മുഖമടച്ച് അടി എന്ന നിലയ്ക്കാണ് ഞങ്ങൾ ഈ വാർത്ത കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഈ വിധിയെ മുതിർന്നൊരു മാധ്യമപ്രവർത്തകൻ എന്ന നിലയ്ക്ക് ജേക്കബ് ജോർജ് എങ്ങനെയാണ് കാണുന്നത്? കാരണം അത് ഹൈക്കോടതി സ്വീകരിച്ചിരിക്കുന്നത് ജനാധിപത്യ വ്യവസ്ഥയിൽ ജനങ്ങളുടെ പങ്ക്, ജനങ്ങളുടെ അധികാരം, ജനങ്ങളുടെ അവകാശം, അതിനേക്കാൾ അപ്പുറത്ത്
ജനപ്രതിനിധികൾക്ക് നിയമസഭയിൽ അവരുടെ നിലപാടുകൾക്ക് അവരുടെ തീരുമാനങ്ങൾക്കുള്ള വില, അതിനൊക്കെയും വില കൽപ്പിച്ചുകൊണ്ട്, അതിനൊക്കെയും പ്രാധാന്യവും പ്രാമുഖ്യം കൽപ്പിച്ചുകൊണ്ടുള്ള വിധിയാണ് ഹൈക്കോടതിയുടേത്. സിംഗിൾ ബെഞ്ചിൻ്റെതാണെങ്കിലും ഇന്ന് വന്ന ഡിവിഷൻ ബെഞ്ചിൻ്റെതാണെങ്കിലും. ഇതിനെ തരിമ്പും പരിഗണിക്കാൻ, ഇതിന് പുല്ല് വില പോലും നൽകാതിരിക്കാനാണ് നമ്മുടെ 2 ഗവർണർമാർ, കേരളത്തിൽ ഭരിച്ച 2 ഗവർണർമാർ തീരുമാനിച്ചത്, നടപടി സ്വീകരിച്ചത്. നോക്ക്, ഷുജിഖാൻ കേരള സർവകലാശാലയുടെ സിൻഡിക്കേറ്റ് അംഗമാണ്. സർവകലാശാല ഭരണം കുത്തഴിഞ്ഞില്ലേ ഒറ്റയാഴ്ച കൊണ്ട്. അതും എങ്ങാണ്ടിരുന്നൊരു താൽക്കാലിക VC ഇവിടെ കയറി വന്നിട്ട് ഇവിടെ നിയമിക്കപ്പെട്ട് ഒരാഴ്ച കൊണ്ട് അതെല്ലാം ഒരുവിധമൊക്കെ എങ്കിൽ ശരിയാക്കി കൊടുത്തു. അതാണ് ഒരു ഉത്തരവാദിത്വമില്ല, ജനങ്ങളോട് അവർക്ക് ഉത്തരവാദിത്വമില്ല, സർവകലാശാലയുടെ ഉത്തരവാദിത്വമില്ല, സെനറ്റിനോടും സിൻഡിക്കേറ്റിനോടും ഒരു ഉത്തരവാദിത്വമില്ല. ആ കൂടി അവരുടെ ഉത്തരവാദിത്വം അവരെ നിയമിച്ച യജമാനനോടാണ്, അവരെ നിയമിച്ച യജമാനന്മാരോടാണ്. അല്ലാതെ വേറെ യാതൊരു ഉത്തരവാദിത്വവും ഒരു കടമയും ആരോടുമില്ല. എങ്ങനെയാണ് സിസ തോമസ് ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയിൽ വന്നത്? നോക്കിയാൽ പിൻവാതിൽ കൂടി, ഗവർണർ തുറന്നു കൊടുത്ത വാതിൽ കൂടിയാണ് കയറി വന്നത്. എന്തവകാശം? അതാണ് ഗവർണറുടെ കണ്ണ് തുറപ്പിക്കുമെങ്കിൽ തുറപ്പിക്കേണ്ടത് അതാണ്. അതിനെതിരെയാണ് ഇന്ന് ഹൈക്കോടതി ആഞ്ഞടിച്ചിരിക്കുന്നത്. ഈ പിൻവാതിൽ നിയമനം അതെവിടെ? സർവകലാശാല VC സ്ഥാനത്തേക്ക്. എന്നിട്ട് ആ VC ചെയ്തതോ സിസ തോമസ് ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി. നമ്മൾ കേരളം വളരെ 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 പ്രതീക്ഷയോടെ കാത്തിരുന്ന ഒരു സർവകലാശാലയാണ് കേരള ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി. ഞാനത് തുടങ്ങിയപ്പോൾ 2021 ആണ് അത് തുടങ്ങിയത്. അത് തുടങ്ങിയപ്പോൾ ഞാൻ എൻ്റെ ഒരു പഴയ മാധ്യമപ്രവർത്തകൻ എന്ന നിലയ്ക്ക് എനിക്ക് വിദ്യാഭ്യാസ രംഗത്തൊരു താല്പര്യമുണ്ട്. മുമ്പൊക്കെ കേരള യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റ് യോഗം ചേരുമ്പോൾ, സെനറ്റ് യോഗം ചേരുമ്പോഴൊക്കെ ഞാൻ റിപ്പോർട്ട് ചെയ്യാൻ പോയിട്ടുണ്ട് മാതൃഭൂമിയുടെ ലേഖനം എന്ന നിലയ്ക്ക്. അന്നു മുതൽ ഇന്ന് വരെ എൻ്റെ ഒരു താല്പര്യമാണത്. ഡോക്ടർ സജീവ് ഗോപിനാഥ് അതിൻ്റെ VC ആവുന്നു. അദ്ദേഹം ചെയ്തത് ഒരു വലിയ കാര്യമാണ്. അത് നമ്മുടെ ജനങ്ങൾ അറിയേണ്ടതാണ്. ഈ സർവകലാശാലയിൽ അത് സാധാരണ പോലെ ഗവൺമെൻറ്റിൻ്റെ ഗ്രാൻഡ് നോക്കി ഓരോ മാസവും അധ്യാപകർക്ക് ശമ്പളം കൊടുക്കണമെങ്കിൽ, ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കണമെങ്കിൽ, അവിടുത്തെ പൂന്തോട്ടത്തിലെ പുൽച്ചെടി വെട്ടണമെങ്കിൽ ഒക്കെയും സർക്കാർ കനിയണം എന്ന സാധാരണ സർവകലാശാലകൾ ചെയ്യുന്നത് പോലെയുള്ള നിലപാട് മാറ്റിയിട്ട് അധ്യാപകരെ കൊണ്ട് ലോകത്തെമ്പാടുമുള്ള ആധുനിക സർവകലാശാലകളിൽ വലിയ ഗവേഷണങ്ങൾ നടക്കുന്നത് സർവകലാശാലകളിലാണ്. അമേരിക്കൻ സർവകലാശാലകളിൽ ഒക്കെയും അതിൻ്റെ ചുവട് പിടിച്ചുകൊണ്ട് ഈ സർവകലാശാലയിൽ ഇതുപോലെയുള്ള ഗവേഷണങ്ങളും പഠനങ്ങളും ഒക്കെ നടക്കണം. ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ് സമ്പാദിക്കണം നമ്മുടെ സർവകലാശാലയിലെ പ്രൊഫസർമാർ, അവിടുത്തെ ഗവേഷകർ ഒക്കെയും ചെയ്യണം. അങ്ങനെയാണ് ഗ്രാഫീൻ റിസർച്ച് തുടങ്ങിയത്. ആ ഗ്രാഫീൻ റിസർച്ച് ഡോക്ടർ അലക്സ് ജെയിംസ്, അതുപോലെ വലിയ ലോക പ്രശസ്തരായ 2 പേരും കൂടിയാണ് ഡയറക്ടർമാർ, പ്ലസ് സജീവ് അന്നത്തെ VC. എന്നിട്ട് ഇതൊക്കെ തട്ടിപ്പ് കച്ചവടമാണെന്നാണ് ഈ താൽക്കാലിക VC ഗവർണർക്ക് എഴുതിയ കത്ത്. NBC അത് വായിക്കണം. നമ്മളൊക്കെ വിഷമിച്ചു പോവും. കേരളത്തിൽ ഒരു സർവകലാശാലയുടെ VC ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി എന്ന വലിയ സ്വപ്നങ്ങളോട് തുടങ്ങിയ ആ യൂണിവേഴ്സിറ്റി, ആ സർവകലാശാല, ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ സർവകലാശാല, അവിടെ ആധുനിക രീതിയിൽ ഞാനവിടെ അന്വേഷിച്ചു നടത്തുന്ന ഗവേഷണങ്ങൾ. അത് ഒരു കമ്പനിയാണ്, കമ്പനിക്ക് ഫണ്ട് കിട്ടുകയുള്ളൂ. സർവകലാശാലയ്ക്ക് അങ്ങനെ ഫണ്ട് കിട്ടത്തില്ല. സർവകലാശാലയ്ക്ക് സർക്കാരിൽ നിന്നേ ഫണ്ട് കിട്ടുകയുള്ളൂ. അതിനപേക്ഷിക്കുന്നത് സ്വകാര്യ കമ്പനി രൂപീകരിച്ചിട്ടാണ്. അതൊക്കെ തട്ടിപ്പാണെന്ന് ഗവർണർക്ക് പരാതി കൊടുത്തിരിക്കുകയാണ് ഈ സിസ തോമസ്, താൽക്കാലിക VC. ജേക്കബ് ജോർജ്, താങ്കൾ ചൂണ്ടിക്കാണിച്ചതുപോലെ നമ്മളൊക്കെ ഞെട്ടലോടുകൂടി തിരിച്ചറിയുകയാണ്. ഇന്ന് കോടതിയുടെ ഒരു വാക്യം ഇവരുടെയൊക്കെ തലയ്ക്ക് മുകളിൽ മുഴങ്ങുന്നുണ്ട്. VCയുടെ ഉത്തരവാദിത്വം സർവകലാശാലയോടായിരിക്കണം. തങ്ങളെ നിയന്ത്രിച്ച ആരോടെങ്കിലും ആയിരിക്കരുത് എന്ന് കോടതി പറഞ്ഞിട്ടില്ല. പക്ഷേ വരികൾക്കിടയിൽ നമ്മളത് വായിക്കണം. സർവകലാശാലകൾ തകർക്കാനുള്ള അജണ്ടയോടുകൂടിയാണ് താൽക്കാലിക VCമാർ പ്രവർത്തിച്ചത് എന്നതാണ് കഴിഞ്ഞ ദിവസം വന്ന ആ വാർത്ത. ഞാനും കണ്ടിരുന്നു അത്. ആ വാർത്തയാണ് ജേക്കബ് ജോർജ് സൂചിപ്പിക്കുന്നത്. അതാണ് NBC ഒരു വാചകം കൂടെ. അതിന് കാരണമുണ്ട്. കേരളം ഈ ഗവർണർമാർക്കറിയാം, ഈ യജമാനന്മാർക്കറിയാം,
വിദ്യാഭ്യാസ രംഗത്ത് 1957 മുതൽ കേരളം തുടരുന്ന കുറേ ഗംഭീരമായ ജോസഫ് മുണ്ടശ്ശേരി ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രിയുടെ കാലം മുതൽ നടന്ന പരിഷ്കാരങ്ങൾ, വിദ്യാഭ്യാസ ബില്ല്, അവിടുന്ന് തുടങ്ങി ഉന്നത വിദ്യാഭ്യാസ രംഗത്തും പൊതുവിദ്യാഭ്യാസ രംഗത്തും കേരളം തുടങ്ങി വെച്ച വലിയ മാതൃകാപരമായ കാര്യങ്ങൾ തുടങ്ങിയ വിദ്യാലയങ്ങൾ പിന്നീട് മുസ്ലിം ലീഗും നടത്തി കേട്ടോ. CH മുഹമ്മദ് കോയ വിദ്യാഭ്യാസ മന്ത്രി ആയപ്പോൾ 67-ൽ EMS ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ധാരാളം സ്കൂളുകൾ മലപ്പുറത്തും തുടങ്ങി. അത് കാര്യം വേറെ. അങ്ങനെ വന്ന് പുരോഗമിച്ച് വളർന്നു വന്ന കേരളത്തിൻ്റെ വിദ്യാഭ്യാസ രംഗം കലുഷിതമാക്കിയെങ്കിൽ മാത്രമേ BJPക്കും സംഘപരിവാറിനും ഈ ഗവർണറൊക്കെ പറയുന്ന പിന്തിരിപ്പൻ ശക്തികളുണ്ടല്ലോ, ചിന്തകൾ, ആ ചിന്തകൾക്കും ഇവിടെ വേരോടാൻ കഴിയൂ എന്ന് കണ്ടിട്ട് മനഃപൂർവ്വം കണക്ക് കൂട്ടി ചെയ്യുന്ന നടപടികളാണ്. ഇതൊന്നും ആസൂത്രണമില്ലാതെ ചെയ്യുന്നതല്ല. സിസ തോമസിൻ്റെയും ഒക്കെ പിന്നിൽ, ഈ മോഹൻ കുന്നുമ്മലിൻ്റെ ഒക്കെ പിന്നിൽ ഇതുപോലെയുള്ള ഗൂഢലക്ഷ്യങ്ങളുണ്ട്. NPC ജേക്കബ് ജോർജ്, താങ്കൾ ചൂണ്ടിക്കാണിച്ച ആ ചരിത്രം, കേരളത്തിൻ്റെ വിദ്യാഭ്യാസ ചരിത്രം, അത് നിക്ഷേപിച്ച പല കാര്യങ്ങളും തകർക്കപ്പെടാനാണ് ഇപ്പോഴുള്ള നീക്കം എന്നതിൽ ഒരു തർക്കവുമില്ല. അന്ന് കോയ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന കാലം താങ്കൾ പറഞ്ഞു. അന്ന് അദ്ദേഹം മലപ്പുറത്ത് സ്കൂളുകൾ തുറന്ന കാര്യവും താങ്കൾ പറഞ്ഞു. അന്ന് കോയക്കെതിരെ ഈ വിദ്യാഭ്യാസ നയത്തിൻ്റെ വിരുദ്ധർ ഉയർത്തിയ മുദ്രാവാക്യം ഇന്നും കേരളത്തിന് ഓർമ്മയുണ്ടാവും. കോയേ കോയേ, മമ്മദ് കോയേ, പിള്ളേരിട്ട് കൊയക്കല്ലേ എന്നൊരു മുദ്രാവാക്യം വിളിച്ചിരുന്നു. ആ മുദ്രാവാക്യം വിളിച്ചവരുടെ പിന്മുറക്കാരാണ് ഇന്ന് നമ്മുടെ വിദ്യാഭ്യാസ പാരമ്പര്യത്തിനെതിരെ, അതിൻ്റെ അഭിമാനത്തിനെതിരെ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ പൊടിപാറയിലേക്ക് വരികയാണ്. പൊടിപാറ, കേരളത്തിലെ ഗവർണർമാർ അവർ ഇപ്പോൾ നിയമപരമായിട്ട് കലാമണ്ഡലത്തിൽ ഒഴിച്ച് മറ്റുള്ളിടത്തെല്ലാം ചാൻസലർമാരാണ്. പക്ഷേ ആ ചാൻസലർ പദവി നൽകിയ കേരള നിയമസഭ ആ ചാൻസലർ പദവി റദ്ദാക്കാനുള്ള നിയമം പാസാക്കി കഴിഞ്ഞു. ആ നിയമം ഒപ്പിടാതെ അത് മരവിപ്പിച്ചുകൊണ്ട്, അങ്ങനെ സ്വന്തം ഒപ്പവകാശം തന്നെ ദുരുപയോഗിച്ചുകൊണ്ട് ഗവർണർ സ്ഥാനത്ത് തുടരുന്ന ആളുകളാണത്. അവർ ഗവർണറാണ്, പക്ഷേ ചോദ്യം ചെയ്യപ്പെട്ട പദവിയിലിരിക്കുന്ന ചാൻസലർമാരാണ്. അവിടെ ഇരുന്നു കൊണ്ടാണ് ഇങ്ങനെ ചിലത് ചെയ്യുന്നത്. അത് എത്രമാത്രം വിവാദകരമാണ് എന്ന് ഇന്ന് തെളിഞ്ഞിരിക്കുന്നു. ഇപ്പം കാണുന്നത് അവർ ചെയ്തത് ചിലതൊക്കെ നിയമവിരുദ്ധം തന്നെയാണ് എന്ന് തെളിഞ്ഞിരിക്കുന്നു. വളരെ സങ്കടകരമായ, വളരെ വളരെ ദുഃഖകരമായ ഒരു അവസ്ഥയല്ലേ ഇത്? താങ്കൾ എന്താണ് ഇതിനെപ്പറ്റി പറയുക, ജോർജ് പൊടിപ്പാറ? പ്രിയപ്പെട്ട ചന്ദ്രശേഖർ, ഇത് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ വിധിയോടുകൂടി ഈ കാലുഷ്യങ്ങൾക്ക്, ഈ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ ഗ്രസിച്ചിരിക്കുന്ന ഈ ദുരവസ്ഥയ്ക്ക് ഒരു പരിഹാരം ആകുമെങ്കിൽ അതായിരിക്കും കേരളത്തിന് കിട്ടേണ്ട ഏറ്റവും വലിയ ഒരു അനുഗ്രഹം എന്ന് വിചാരിക്കുന്ന ഒരാളാണ്. ഇത് ചിലരെ കണ്ണ് തുറപ്പിക്കാൻ പോകുന്നൊരു വിധിയാണ്. നേരത്തെ സിംഗിൾ ബെഞ്ച് വിധിച്ചൊരു വിധിയാണ്. അതായത് ഒരു വൈസ് ചാൻസലർ, ഒരു താൽക്കാലിക വിസിയെ 6 മാസത്തിലധികം കാലത്തേക്ക് നിയമിക്കാൻ ചാൻസലറായ ഗവർണർക്ക് അവകാശമില്ല. മാത്രമല്ല, ഗവർണർ സ്വന്തം നിലയ്ക്ക് എവിടുന്നെങ്കിലും വൈസ് ചാൻസലർമാരെ നിയമിക്കുകയല്ല വേണ്ടത്. സർക്കാർ നൽകുന്ന പട്ടികയിൽ നിന്ന് വേണം വൈസ് ചാൻസലർമാരെ നിയമിക്കാൻ എന്നുള്ള കാര്യം നേരത്തെ പറഞ്ഞതാണ്. ആരിഫ് മുഹമ്മദ് ഖാന്റെ കാലത്ത് കൊടുത്ത കേസിലാണ് ആ വിധി സിംഗിൾ ബെഞ്ച് നടത്തിയത്. പക്ഷെ അതുകൊണ്ടൊന്നും അത് അംഗീകരിക്കാതെ അദ്ദേഹം പോയതിനു ശേഷം ആ വിധിയിൽ അപ്പീൽ നൽകിയത് ഈ 2 വിസിമാരുടെ, താൽക്കാലിക വിസിമാരുടെ, സിസ തോമസിന്റെയും അതുപോലെ തന്നെ ശിവപ്രസാദിന്റെയും ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയുടെയും ടെക്നിക്കൽ യൂണിവേഴ്സിറ്റിയുടെയും വിസിമാരുടെ കാര്യത്തിലാണ് ഈ താൽക്കാലിക നിയമനം നൽകിയത്. ഈ 2 പേരുടെയും നിയമനം അസാധുവാണ്, ഇത് നിയമവിരുദ്ധമാണ്, ഇത് നിയമപ്രകാരമുള്ളതല്ല എന്ന് സിംഗിൾ ബെഞ്ച് വിധിച്ചപ്പോൾ അത് അംഗീകരിക്കാതെ ആരിഫ് മുഹമ്മദിന്റെ പിൻഗാമിയായിട്ട് വന്ന ഇപ്പോഴത്തെ ഗവർണർ അതിനെതിരെ അപ്പീൽ കൊടുത്തു. ഈ പറഞ്ഞ 2 വിസിമാരും, ഈ താൽക്കാലിക വിസിമാരും അപ്പീൽ കൊടുത്തു. ആ അപ്പീലിലാണ് ഇപ്പോ ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് അർത്ഥശങ്കയ്ക്കിടയില്ലാത്തവണ്ണം വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുന്നത്. അതായത് താൽക്കാലിക വിസിമാരെ 6 മാസക്കാലത്തിലധികം നിയമിക്കാൻ, അല്ലെങ്കിൽ സർക്കാർ പട്ടികയിൽ നിന്നല്ലാതെ സ്വന്തം നിലയ്ക്ക് വിസിമാരെ നിയമിക്കാൻ ഗവർണർക്ക് അധികാരമില്ല എന്നത് വളരെ കൃത്യമായൊരു വിധിയാണ്. ഭാവിയിലെങ്കിലും ഈ വിധി ശിരസാ വഹിച്ച് ഗവർണർമാർ അതിനനുസരിച്ച് പ്രവർത്തിച്ചാൽ കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ ഗ്രസിച്ചിരിക്കുന്ന ഈ ദുരവസ്ഥയ്ക്ക് ഒട്ടൊരു പരിഹാരമാകും. കേരളം ആഗ്രഹിക്കുന്നത് അതാണ്. ജോർജ് പൊടിപാറ, ഞാൻ ചോദിക്കട്ടെ, നസറേത്തിൽ നിന്ന് താങ്കൾ നന്മ പ്രതീക്ഷിക്കുന്നുണ്ടോ? വളരെ വ്യക്തമായിട്ട് മെയ് 25-ന് ഈ വിധി വരുന്നു, സിംഗിൾ ബെഞ്ചിൻ്റെ വിധി വരുന്നു. മെയ് 28 വരെ 3 ദിവസവും കൂടിയേ ഈ താൽക്കാലിക വിസിമാർക്ക് കാലാവധിയുള്ളൂ.
ആ 3 ദിവസം അതുകൊണ്ട് അതിൽ ഇടപെടുന്നില്ല എന്നാണ് കോടതി പറഞ്ഞത്. അതിൻ്റെ അർത്ഥം 28-ാം തീയതി ഇവർ പോവുകയും ക്രമപ്രകാരമുള്ള VC വരികയും വേണമായിരുന്നു. അത് ചെയ്യാതെ ഈ അപ്പീൽ കൊടുത്ത് ഗവർണറും അതോട് കൂടെ ചേർന്ന് അപ്പീൽ കൊടുത്ത് 147 ദിവസം അവർ നിയമത്തെ ദുരുപയോഗിച്ചുകൊണ്ട്, നിയമം അനുവദിക്കുന്ന നടപടിക്രമങ്ങളെ ദുരുപയോഗിച്ചുകൊണ്ട് അവിടെ തന്നെ ഇരിക്കുകയും ഇന്നത് മേൽക്കോടതി ഡിവിഷൻ ബെഞ്ച് അസ്ഥിരീകരിക്കുകയും അസാധുവാക്കുകയും വേണ്ടി വന്നു. ഇവരിൽ നിന്ന് നന്മ പ്രതീക്ഷിക്കുന്നുണ്ടോ? ഈ വിധിയുടെ അന്തസത്ത ജനാധിപത്യപരമായി ഇവർ ഉൾക്കൊള്ളുന്നുണ്ടോ? താങ്കൾ അത് പ്രതീക്ഷിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും ഇപ്പോഴത്തെ താങ്കൾ ഉപയോഗിച്ച ആ പ്രയോഗം ഉണ്ടല്ലോ, അസ്രത്തിൽ നിന്ന് നന്മ പ്രതീക്ഷിക്കാനാവില്ല എന്നുള്ളത്, ആ അക്ഷരാർത്ഥത്തിൽ ശരിയാണ്. കാവ്യവൽക്കരണം അല്ലെങ്കിൽ രാഷ്ട്രീയ യജമാനന്മാരുടെ ഇംഗിതം നടപ്പാക്കാൻ വേണ്ടി നിയോഗിക്കപ്പെട്ട ഗവർണർമാരും ആ ഗവർണർമാരുടെ ഇംഗിതം നടപ്പാക്കാൻ നിയോഗിക്കപ്പെടുന്ന താൽക്കാലിക ഇത്തരം VC-മാരും സ്വാഭാവികമായിട്ടും അവർക്ക് കൂറ് ആരോടായിരിക്കും? നേരത്തെ എൻ്റെ സുഹൃത്ത് ശ്രീ ജേക്കബ് ജോർജ് ചൂണ്ടിക്കാണിച്ചതുപോലെ അവർക്ക് സർവകലാശാലയോടോ വിദ്യാർത്ഥികളോടോ പൊതുസമൂഹത്തോടോ ഈ കേരളം ഭരിക്കുന്ന, അതായത് മാൻഡേറ്റോടുകൂടി ഒരു തെരഞ്ഞെടുപ്പിൽ കൃത്യമായ മാൻഡേറ്റോടുകൂടി അധികാരത്തിൽ വരുന്ന ഒരു സർക്കാർ, ആ സർക്കാർ തീരുമാനിക്കുന്ന ആ തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾ നിയമസഭയിൽ എടുക്കുന്ന തീരുമാനങ്ങളുടെ അടിസ്ഥാനത്തിൽ സർക്കാർ കൈക്കൊള്ളുന്ന തീരുമാനങ്ങളെ അംഗീകരിക്കാൻ കൂട്ടാക്കാതെ നിയമത്തിൽ എന്തെങ്കിലും പഴുതുകൾ ഉണ്ടെങ്കിൽ ആ പഴുതുകൾ ശരിയല്ലെങ്കിൽ പോലും പിന്നീട് അതിനെ കോടതികളിലും മറ്റു രീതിയിലൊക്കെ ചോദ്യം ചെയ്ത് കാലതാമസം വരുത്തി ഇങ്ങനെ സർവകലാശാലകളെ വല്ലാത്തൊരു കുത്തഴിഞ്ഞ അവസ്ഥയിലേക്ക് ഒരു നിയമയുദ്ധത്തിന്റെ വേദികളാക്കി വിദ്യാർത്ഥികളുടെ ജീവിതവും ഭാവിയിട്ട് പന്താടിക്കൊണ്ട് അവിടുത്തെ അക്കാദമിക് ആ ഒരു അവസ്ഥയെ വല്ലാതെ താറുമാറാക്കി. ഇപ്പൊ കേരളത്തെക്കുറിച്ചുള്ള പൊതുധാരണ എന്താ? കേരളത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ രംഗം കുത്തഴിഞ്ഞ അവസ്ഥയിലാണ്. സമരവും അതുപോലെ തന്നെ സമരത്തിനു മേൽ സമരവും VC-മാരെ ഉപരോധവും VC-മാർക്കെതിരെയുള്ള തെരുവ് യുദ്ധവും രാജ്ഭവൻ മാർച്ചും എന്ന് വേണ്ട, കേരളത്തിന് പുറത്തു കിട്ടുന്ന ഒരു ചിത്രം എന്ന് പറയുന്നത് കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ രംഗം അങ്ങേയറ്റം വഷളാണ് എന്നുള്ളതാണ്. ഇത് പൂർണ്ണമായിട്ടും ഈ കാര്യത്തിൽ എന്താ പറയുക, രാഷ്ട്രീയം ഒരു വശത്ത് മാത്രമാണെന്ന് ഞാൻ പറയാൻ തയ്യാറല്ല. ചില കാര്യങ്ങളിലെങ്കിലും ചില സമയത്ത് രാഷ്ട്രീയം മറുവശത്തും ഉണ്ടാകാറുണ്ട്. കാവ്യവൽക്കരണത്തെക്കുറിച്ച് പറയുമ്പോൾ ഒരു വശത്ത് കൂടി ഈ പറഞ്ഞ പോലെ രാഷ്ട്രീയ താല്പര്യങ്ങൾ നിറവേറ്റാനായിട്ട് ഭരിക്കുന്നവരും തയ്യാറാവുന്നുണ്ട്. ഇടയ്ക്കെങ്കിലും അതിന് വ്യക്തമായ തെളിവുകളും വരുന്നുണ്ട്. ഞാൻ ഏകപക്ഷീയമായിട്ട് പറയല്ല. പക്ഷെ എങ്കിലും ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, VC-മാരുടെ നിയമനാധികാരം ഗവർണർക്കല്ല. ഗവർണർക്ക് സർക്കാർ നൽകുന്ന അല്ലെങ്കിൽ ബന്ധപ്പെട്ട വകുപ്പ് നൽകുന്ന പട്ടികയിൽ നിന്ന് തന്നെ മാത്രമേ VC-മാരെ നിയമിക്കാൻ പാടുള്ളൂ എന്ന കാര്യത്തിൽ ഇന്ന് വന്ന ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് വിധിക്ക് ചരിത്ര പ്രാധാന്യമുണ്ട്. അത് കേരളത്തിലെ ഏതാണ്ട് 1 ഡസൻ സർവകലാശാലകളിലെങ്കിലും VC-മാരില്ലാത്ത അല്ലെങ്കിൽ സ്ഥിരം VC-മാരില്ലാത്തൊരവസ്ഥയുണ്ട്. ആ അവസ്ഥയ്ക്കൊക്കെ ഇതോടുകൂടി ഒരു വിരാമമാകുമെങ്കിൽ ഈ വിധി കേരളത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ ശുദ്ധീകരണ പ്രക്രിയയുടെ തുടക്കം കുറിക്കുന്ന ഒരു വലിയ വിധിയായിട്ട് ചരിത്രം രേഖപ്പെടുത്തും. അങ്ങനെ ആകട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇതോടുകൂടിയെങ്കിലും ഗവർണർമാര് അഡ്വക്കേറ്റ് ലാൽകുമാർ, ഞാൻ താങ്കളിലേക്ക് വരികയാണ്. ഇപ്പോൾ മുതിർന്ന മാധ്യമപ്രവർത്തകനായ ജോർജ് പൊടിപാറ ചൂണ്ടിക്കാണിച്ചത് താങ്കൾ കേട്ട് കാണുമല്ലോ. ഇത് നല്ല കാര്യങ്ങൾ സംഭവിക്കട്ടെ എന്ന് അദ്ദേഹം പറഞ്ഞു. പക്ഷെ അദ്ദേഹം പറഞ്ഞു ഇത് ഒരു വശത്ത് നിന്ന് മാത്രമല്ല, മറുവശത്തു നിന്നും ചില രാഷ്ട്രീയ പ്രേരിതമായ നടപടികൾ ഉണ്ടാവുന്നുണ്ട്. അത് രണ്ടും ചേരുമ്പോഴാണ് വിദ്യാഭ്യാസ മേഖല കലുഷിതമാകുന്നത് എന്ന് പറഞ്ഞു. രണ്ട് കൈയും ചേരുമ്പോഴേ ശബ്ദമുണ്ടാകൂ എന്ന ഒരു നാടൻ യുക്തി വെച്ച് സമീപിക്കേണ്ട ഒരു കാര്യമാണോ ഇത്? ഉന്നത വിദ്യാഭ്യാസ രംഗം കലുഷിതമാണെങ്കിൽ ആരാണ് അതിൻ്റെ പ്രതി എന്ന് നിർണയിക്കാവുന്ന ഒരു ലിറ്റ്മസ് ടെസ്റ്റ് അല്ലേ ഇപ്പോൾ നടന്നിരിക്കുന്നത്? ലാൽകുമാർ, താങ്കളോടാണ് എൻ്റെ ചോദ്യം. താങ്കൾ ജോയിൻ ചെയ്യുക. അതെ, മുഖ്യപ്രതി ഇവിടെ ഈ ഗവർണർ ചാൻസലർ തന്നെയാണെന്നാണ് അദ്ദേഹം കൂട്ടിച്ചേർത്തത്. പറയൂ ലാൽകുമാർ. അല്ല, അദ്ദേഹത്തിന്റെ പൊസിഷൻ എനിക്കറിയാം. വളരെ ക്ലിയർ ആയിട്ടുള്ള പൊസിഷനാണ്, നമുക്കറിയാവുന്നതാണ്. അദ്ദേഹം ചർച്ചയിൽ ഇന്നത്തെ കേരള ഹൈക്കോടതിയുടെ വിധി 103 പേജുള്ള വിധി വളരെ കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള ഒരു ജഡ്ജ്മെൻറ്റ്, ഈവൻ വിത്തൗട്ട് ആൻ അയോട്ട ഓഫ് ഡൗട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ ആണ് കാര്യങ്ങൾ വന്നിട്ടുള്ളത്. പക്ഷേ അത് ബഹുമാനപ്പെട്ട ഗവർണർക്ക് അത് മനസ്സിലാകുമോ അല്ലെങ്കിൽ ചാൻസലർക്ക് അത് മനസ്സിലാകുമോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. കാര്യം നമ്മളത് കുറേ നാളുകളായി കാണുന്ന ഒരു പ്രശ്നമാണ്
ഗവർണർ എന്ന് പറയുന്ന പദവി അല്ലെ ചാൻസലർ എന്ന പദവി ദുർവിനിയോഗം ഇതിന്റെ ചെയ്യുക ശബ്ദം കിട്ടുന്നില്ല കേട്ടോ. നോക്കൂ, ഈ പറയുന്ന ഈ ഹൈക്കോടതിയുടെ ഞാൻ പറയുന്ന കേൾക്കുന്നില്ലേ? ലാല് പറയുന്നത് കേൾക്കാം. ഇപ്പോൾ പൊടിപാറയാണ് പറഞ്ഞത് അദ്ദേഹത്തിന് ഇവിടെ പറയുന്നത് കേൾക്കാൻ കഴിയുന്നില്ല എന്ന്. PCR അത് അറ്റൻഡ് ചെയ്യട്ടെ. ലാൽ തുടരൂ. ഓക്കെ, അല്ല ഞാൻ പറഞ്ഞൊന്ന് ഈ സ്റ്റാറ്റ്യൂട്ടറി ഈ ടെക്നിക്കലി ഞാൻ ഇന്ന് ആ ജഡ്ജ്മെൻറ്റിൽ കൂടെ ഒന്ന് യാത്ര ചെയ്യായിരുന്നു. ഐ വാസ് ഫ്ലിപ്പിംഗ് ത്രൂ ദ ജഡ്ജ്മെൻറ്റ്. അതിനകത്ത് എനിക്ക് ഞാൻ ആ യൂണിവേഴ്സിറ്റിയിലോ അത്രത്തോളം ഞാൻ പോയിട്ടുള്ള ഒരാളല്ല. പക്ഷേ പ്രൈമ ഫേസി നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ആ സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഷനകത്ത് ഒരു ഡൗട്ടും വരേണ്ട കാര്യമില്ല. വളരെ ക്ലിയർ ആയിട്ടാണ് സ്റ്റാറ്റ്യൂട്ട് ഫ്രെയിം ചെയ്തിരിക്കുന്നത്. അതിനകത്ത് സിൻഡിക്കേറ്റിൻ്റെ പവർ അല്ലെങ്കിൽ ഈ പറയുന്ന ടെമ്പററി ആയിട്ട് എടുക്കുന്ന കേസ് ഇതൊക്കെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. അപ്പം നമുക്ക് കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാനായിട്ടൊരു ശ്രമം നടത്തുകയാണെങ്കിൽ നമുക്ക് കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാൻ നിങ്ങൾ പല മേഖലകളിലൂടെ സഞ്ചരിച്ചെന്നിരിക്കും. നമ്മൾ ഈ ഗംഗയെ രക്ഷിക്കാൻ മോഹൻലാൽ മറ്റേ സിനിമയ്ക്കകത്ത് പോകുന്ന പോലെ നിന്നെ രക്ഷിക്കാൻ ഞാൻ പല മേഖലയിലൂടെ സഞ്ചരിച്ചിരിക്കും എന്ന് പറയുന്ന പോലെ ശ്രമിച്ചോ മക്കളെ എന്ന് പറയാൻ ആൾക്കാരുണ്ട്. ഇവിടെ ബാക്കിയുള്ളവർ പറഞ്ഞതിനോട് ഞാൻ പൂർണ്ണമായി യോജിച്ചുകൊണ്ടാണ് പറയുന്നത്. എനിക്ക് തോന്നുന്നു ഐ മേക്സ് ബിറ്റ് മോർ പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റ്സ്. കാര്യം ഞാൻ ഇവർക്ക് ഇത്രയും ബാക്കിയുള്ള 3 പേരുടെ പക്വത ചിലപ്പോൾ എനിക്ക് കാണത്തില്ല. അതുകൊണ്ട് ഞാൻ ഇച്ചിരിയുടെ പൊളിറ്റിക്സ് പറയാൻ സാധ്യതയുണ്ട്. എനിക്ക് എക്കോ കേൾക്കുന്നു, ആരോ പറയുന്ന എക്കോ കേൾക്കുന്നു. PCR അതൊന്ന് അറ്റൻഡ് ചെയ്യൂ. സോൾവ് ചെയ്യാൻ പറയും. ഈ മാസ്റ്റേഴ്സ് എനിക്കൊന്ന് പൊടിപ്പാറ സാറിൻ്റെ ശബ്ദം ഞാൻ കേൾക്കുന്നു. അപ്പോൾ ഈ പറയുന്ന ഫ്യൂഡൽ കാലഘട്ടത്തിന് മുമ്പ് നമ്മൾ പൊതുവെ സോഷ്യോളജിക്കൽ അനാലിസിസിനകത്ത് വരുന്ന ഒരു കാര്യം ഈ മാസ്റ്റർ സ്ലേവ് റിലേഷൻഷിപ്പ് എന്നാണ്. ഈ സ്ലേവറി എന്ന് പറയുന്നതിന് ഒരു പ്രത്യേകത, സബ്ജക്റ്റ് ഇല്ല. അത് മാർക്സും ഡിസ്കസ് ചെയ്യുന്നൊരു കാര്യമാണ്. മാർക്സും ഈ ഏലിയനേഷനെ കുറിച്ച് പറയുമ്പം സ്ലേവറിക്കകത്ത് ഏലിയനേഷൻ ഇല്ല. കാര്യം സബ്ജക്റ്റീവ് കണ്ടീഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ഏലിയനേഷൻ ഉണ്ടാകത്തുള്ളൂ, അന്യവൽക്കരണം എന്നുള്ളത്. ഇപ്പോൾ സ്ലേവ് എന്ന് പറഞ്ഞാൽ യു ആർ ബൗണ്ട് ടു ഫോളോ വാട്ട് ദ മാസ്റ്റർ സീസ് എന്നുള്ളതാണല്ലോ. അത് തന്നെയാണ് ഇവിടെ വൈസ് ചാൻസലർമാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവർ ശരിക്കും പറഞ്ഞാൽ ഈ സ്ലേവറി തന്നെയാണ്. അവർക്ക് പ്രത്യേകിച്ച് അവരുടേതായിട്ടുള്ള ലോക്കസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. പൂർണ്ണമായി അവർ ഈ പറയുന്ന ചാൻസലർ പറയുന്നത് കേൾക്കുന്നു. ആരിഫ് മുഹമ്മദ് ഖാന് ഈ ജഡ്ജ്മെൻറ്റിൻ്റെ ഒരു കോപ്പി അയച്ച് രജിസ്റ്റർ പോസ്റ്റിൽ അയച്ചു കൊടുത്താലും തെറ്റില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാര്യം അത്രത്തോളം ന്യൂസൻസ് ആയ ഒരു മനുഷ്യൻ കേരളത്തിൽ ഗവർണറായിരുന്നു, ചാൻസലറായിരുന്നു. ഇദ്ദേഹം പോയി കഴിഞ്ഞിട്ടും സാധാരണ നമുക്ക് പോയി കഴിയുമ്പോൾ നമുക്കൊരു ബഹുമാനം, അയ്യോ പോയല്ലോ എന്നൊരു ആശ്വാസം ഉണ്ടെന്നല്ലാതെ ഒരു ബഹുമാനം പോലും ഇല്ലാത്ത ഒരാളാണ്. അത് എനിക്ക് പറയുന്നതിനൊരു മടിയില്ല. കാര്യം അദ്ദേഹം കേരളത്തിൻ്റെ സമൂഹത്തിനെ ഏതേലും തരത്തിൽ ഉദ്ധരിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. അതുതന്നെയാണ് ഇവിടെ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം. ഇന്ന് നോക്കൂ, കേരള യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ അദ്ദേഹം വാർത്താ സമ്മേളനം നടത്തുമ്പം അദ്ദേഹത്തിൻ്റെ ശരീരഭാഷ കണ്ടു. അദ്ദേഹം ഒരു അക്കാഡമിക്കിൻ്റെ ബോഡി ലാംഗ്വേജ് അല്ല. ഇപ്പം ഞാൻ ചർച്ചയ്ക്ക് പങ്കെടുക്കുമ്പം അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയക്കാരൻ പങ്കെടുക്കുമ്പം ശരീരഭാഷയ്ക്ക് വ്യത്യാസം ഉണ്ടാകും. കാര്യം നമ്മൾ രാഷ്ട്രീയം പറയുന്ന ആൾക്കാരാണ്. ഇദ്ദേഹം പറയുന്നത് പച്ച രാഷ്ട്രീയമാണ്. എനിക്ക് തോന്നുന്നു എന്നോ വരാനിരിക്കുന്ന ഒരു പദവിയിലേക്കുള്ള അദ്ദേഹത്തിൻ്റെ കണ്ണുനട്ടുള്ള ഇരിപ്പാണ് ഇപ്പോൾ പറയുന്ന സെൻറ്റൻസുകൾ എന്ന് എനിക്ക് തോന്നുന്നു. ഒരു കമ്പോഷർ ഇല്ലാതെ ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു പൊളിറ്റീഷ്യൻ്റെ എല്ലാ ശക്തിയെടുത്താണ് അദ്ദേഹം കാര്യങ്ങൾ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനൊരു പ്രശ്നം അടിസ്ഥാനപരമായി നമ്മുടെ സംസ്ഥാനം നേരിടുന്നു എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമല്ല. ഞാൻ ഈ പറയുന്ന നോക്കൂ, എന്തൊക്കെ പറഞ്ഞാലും ദേ വിൽ ഫൈൻഡ് വേയ്സ് ആൻഡ് മീൻസ് ടു ഗെറ്റ് ഓവർ ദിസ് ജഡ്ജ്മെൻറ്റ്. അവർ ചിലപ്പോൾ സുപ്രീം കോടതി പോകുമായിരിക്കും. സുപ്രീം കോടതിയിൽ SLP പോയി സ്റ്റേ മേടിച്ചിട്ട് ശല്യം ഉണ്ടാക്കാനുള്ള ശ്രമങ്ങൾ നടത്തുമായിരിക്കും. പക്ഷേ എനിക്ക് ഭയങ്കരമായിട്ട് ഈ ശബ്ദം കേൾക്കുന്നു സംസാരിക്കുന്നത്. ദേ ഷുഡ് ഫിക്സ് ഇറ്റ്. പ്രൊഡക്ഷൻ കൺട്രോൾ ഞാൻ പെട്ടെന്ന് പറഞ്ഞു തീർക്കാം. ഞാൻ അല്ല ഈ സംസാരിക്കുമേ നമ്മളൊരു പോയിന്റ് കണ്ടന്റ് ചെയ്യുമ്പോൾ ശബ്ദം വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഇത് പോകും. അപ്പം ഞാൻ ഒറ്റ കാര്യം കൂടെ ഞാനത് പറയാം. ഒറ്റ കാര്യം കൂടെ ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഇത് കേരളത്തിൽ മാത്രം നടക്കുന്ന ഒരു പ്രതിഭാസം അല്ല എന്ന് നമ്മൾ ഈ പറയുന്ന തമിഴ്നാട്ടിൽ നിന്ന് നമ്മൾ കണ്ടു. അത് മാത്രമല്ല, ഇതൊരു ആഗോള പ്രതിഭാസമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. കാര്യം ഒരു യൂണിവേഴ്സിറ്റിയെ റൈറ്റ് വിങ് എപ്പോഴൊക്കെ ഡോമിനൻ്റ് ആകുന്നു, ആ റൈറ്റ് വിങ് ഡോമിനൻ്റ് ആകുമ്പം അവർ ചെയ്യുന്ന ഒരു മാർഗങ്ങളിലൊന്നാണ്, വൺ ഓഫ് ദ വേസ് ആണ് ഈ യൂണിവേഴ്സിറ്റികളിൽ ഇടപെടുക, തകർക്കുക. നോക്കൂ, ഡൊണാൾഡ് ട്രംപ് വന്നു കഴിഞ്ഞാൽ അമേരിക്കയിൽ നടക്കുന്നത് ഹാർവർഡ് യൂണിവേഴ്സിറ്റിയെ തകർക്കാനാണ് നോക്കുന്നത്. അപ്പോൾ ഇത് ഇവരുടെ ഒരു മെത്തേഡാണ്. കാര്യം എന്താ, ഇതുവഴിയാണ് ഇവർക്ക് രാഷ്ട്രീയം പറയാനുള്ള ഏറ്റവും വലിയ മാർഗം. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആ
രാഷ്ട്രീയം കടത്തി ജനങ്ങളിലേക്കും സമൂഹത്തിലേക്കും എത്തിക്കാൻ അവർ പല മാർഗങ്ങൾ കണ്ടെത്തുമെങ്കിൽ ആ മാസ്റ്റർ സ്ലേവ് റിലേഷൻഷിപ്പിനകത്ത് സ്ലേവ്സിനെ അവർ കണ്ടെത്തും. ആ സ്ലേവ്സിനെ കണ്ടെത്തുന്ന പ്രോസസ്സ് നമ്മളിപ്പം ഇപ്പം നോക്കൂ, കേരളത്തിലെ ഇപ്പോൾ VC-മാരായിട്ടിരിക്കുന്ന ആൾക്കാരെ സർക്കാരാണ് അപ്പോയിൻറ്റ് ചെയ്യുന്നതെങ്കിൽ അതൊരു സ്ലേവറി പൊസിഷൻ അല്ല. കാര്യം അവർക്ക് അവരുടേതായിട്ടുള്ള പവറുണ്ട്, അവരുടേതായിട്ടുള്ള ഡിസ്ക്രിപ്ഷനുണ്ട്. അതിനനുസരിച്ച് അവർക്ക് പവർ എക്സസൈസ് ചെയ്യാം. ആ യൂണിവേഴ്സിറ്റിയുടെ വെൽഫെയറിനെ അപ്ലിഫ്റ്റ് ചെയ്യുന്ന രീതിയിൽ എല്ലാത്തിനകത്തും ഇടപെടാം. നോക്കൂ, കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇതിനു മുമ്പ് ഇങ്ങനെ ഈ സംഘപരിവാർ രാഷ്ട്രീയം വന്നതിന് മുമ്പ് ഇങ്ങനൊരു തർക്കങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ടോ? ഇല്ല. കാര്യം യൂണിവേഴ്സിറ്റി അപ്പോഴും നന്നായിട്ട് ഫംഗ്ഷൻ ചെയ്യുന്നുണ്ട്. അപ്പം യൂണിവേഴ്സിറ്റിക്കകത്തുള്ള വൈസ് ചാൻസലറുടെ ഓട്ടോണോമി നമ്മൾ കൃത്യമായി നേരത്തെ തന്നെ കൊടുത്തിരുന്നു. അങ്ങനെ ഫോളോ ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാരാണ്. അത് എനിക്കൊന്ന് ഷിജുഖാനൊക്കെ എന്നെക്കാൾ വൃത്തിയായിട്ട് പറയാൻ പറ്റും. അങ്ങനെയുള്ളൊരു സ്ഥലത്തേക്ക് കുത്തിത്തിരിപ്പുണ്ടാക്കാൻ ഒരു കൂട്ടം ആൾക്കാർ വരുന്നു എന്ന ആ കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിന് വേറെ മാർഗങ്ങൾ കണ്ടെത്തുന്നു. സ്റ്റാറ്റ്യൂട്ടിലില്ലാത്ത കാര്യങ്ങൾ അത് അവരുടേതായിട്ടുള്ള രീതിയിൽ ഇൻ്റർപ്രറ്റ് ചെയ്യുക. ഓരോ കേസിലും ഇവർ ചെയ്യുന്ന അതാണ്. ഓരോ കേസിനകത്തും ഒരു 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 കോൺസ്റ്റിറ്റ്യൂഷണൽ വിഷയം ഉണ്ടെങ്കിൽ അതിനകത്ത് ഗ്രേ ഏരിയ ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് എന്താണോ പ്രീസിഡൻസ്, ആ കോടതി വിധിക്കകത്ത് വലിയ പ്രാധാന്യമുള്ളൊരു കാര്യമാണ്. എന്താണോ മറ്റുള്ള നേരത്തെയുള്ള വിധികൾ അത് ഗവർണർ അല്ലെങ്കിൽ ചാൻസലർ പാലിച്ചിട്ടില്ല. ഞാനും ചന്ദ്രേട്ടനും ഒക്കെ ഇരിക്കുന്ന ആൾക്കാർക്ക് ഉള്ളതാണ് ഈ പ്രീസിഡൻസ്. എന്താണ് പ്രീസിഡൻസ്? കോടതി ഒരു വിധി പറഞ്ഞിരിക്കുന്നു, അതാണ് ഡിസൈഡഡ് റേഷ്യോ. അതിന് പൊസിഷൻ അത് കവേർഡ് നമ്മൾ പറയും. അത് കവേർഡായിട്ടുള്ള പൊസിഷനാണ്. അതനുസരിച്ച് അദ്ദേഹം പെരുമാറാൻ അദ്ദേഹം ബാധ്യസ്ഥനാണ്. സംഭവിക്കുന്നത് എന്താ? ഓരോ പ്രാവശ്യവും ഈ ആൾക്കാർ ലിറ്റിഗൻ്റ് പോയിട്ട് വരട്ടെ, അത്രയും നാളും കൂടെ നമ്മൾ അവിടെ ഇരിക്കാം എന്നുള്ളതല്ല എക്സിക്യൂട്ടീവിൻ്റെ ജോലി. അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. എക്സിക്യൂട്ടീവ് ചെയ്യേണ്ടത് എന്താ? കോടതി വിധി ഇതുമായി ബന്ധപ്പെട്ട് ഇങ്ങനൊരു സാധനമുണ്ട്, അതാണ് ചെയ്യേണ്ടത് എന്ന് ആ കോൺഷ്യസ്നെസ്സിലേക്ക് അവരെത്തണം. അതിന് പകരം ഇതിനകത്ത് വന്നിട്ടില്ലല്ലോ, ഇതിനും കൊണ്ട് വരട്ടെ, അത്രയും നാൾ നമ്മുടെ ആളെ ഇവിടെ ഇരുത്താം എന്ന് പറയുന്ന രീതിയാണ് ഇവർ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതും ഇതിനകത്തെ ഗവർണറുടെ കൂട്ടത്തിലിരിക്കുന്ന കിങ്കരന്മാരന്മാരുടെ ഒരു രീതിയായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. അതിൻ്റെ ഒരു ഡേഞ്ചർ, വി ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ദ റിയൽ ഡേഞ്ചർ ബിഹൈൻഡ് ഇറ്റ്. അല്ലെങ്കിൽ വലിയ പ്രശ്നമാകും. നമ്മൾ ഒരുമിച്ച് നേരിടേണ്ട ഒരു വിഷയമായിട്ട് തന്നെയാണ് ഞാൻ എന്നെ കണക്കാക്കുന്നത്. ലാൽ, തിരിച്ചു വരാം. ഞാൻ ഷിജുഖാനോട് ചോദിക്കുന്നത് ഇതാണ്. ഇതിൽ ഇത്തരത്തിലൊരു വിധി ഉണ്ടായി എന്നു മാത്രമല്ല, കോടതിയെ അതിലേക്ക് നയിച്ച ആ നിയമപഥം അതുകൂടി പ്രധാനപ്പെട്ടതാണ്. അതുകൂടി കേരളം ചർച്ചയ്ക്ക് വിഷയമാക്കേണ്ടതാണ്. രാജ്ഭവൻ്റെ പ്രധാന വാദം, ഓരോ സർവകലാശാലകൾക്കും അതിൻ്റേതായിട്ടുള്ള നിയമാവലിയുണ്ട്, സ്റ്റാറ്റ്യൂട്ടുണ്ട്. അതനുസരിച്ച് ചെറിയ ചെറിയ വ്യത്യാസങ്ങളോടെയാണ് കാര്യങ്ങൾ നടക്കുന്നത്. പക്ഷെ അതൊന്നും പ്രസക്തമല്ല. UGC പറഞ്ഞിരിക്കുന്നു, ചാൻസലറാണ് VC-മാരെ നിർണ്ണയിക്കുന്നതിൽ പ്രധാന കക്ഷിയായി വർത്തിക്കേണ്ടത് എന്ന് UGC-ക്കൊരു നിലപാടുണ്ട്. അതാണ് നടക്കേണ്ടത്. അതിൽ അവ്യക്തതയുണ്ടെങ്കിൽ UGC-യെ കേൾക്കാൻ തയ്യാറാവണം എന്ന് ഈ കോടതിക്ക് മുമ്പിൽ രാജ്ഭവൻ ആവശ്യപ്പെട്ടു. കോടതി അത് നിരാകരിച്ചു. UGC-യെ കേൾക്കാനും പോയില്ല, UGC-ക്ക് ഇങ്ങനൊരു നിലപാട് ഉണ്ട് എന്നത് പരിഗണിക്കാനും പോയില്ല. സംസ്ഥാനത്തുണ്ടായ ഈ സർവകലാശാലകൾക്ക് സംസ്ഥാന നിയമസഭ തയ്യാറാക്കി അംഗീകരിച്ചിരിക്കുന്ന ആ നിയമാവലി അനുസരിച്ച്, ആ സർവകലാശാലകൾ ഉണ്ടാക്കി വച്ചിരിക്കുന്ന നിയമാവലി അനുസരിച്ച് കാര്യങ്ങൾ തീരുമാനിക്കട്ടെ എന്ന്, കാര്യങ്ങൾ നടക്കട്ടെ എന്ന് കോടതി അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം തീരുമാനിച്ചു. രാജ്ഭവൻ്റെ നിയമപരമായ വാദം, എല്ലാ കാര്യത്തിലും ഇടപെടുന്നതിന് അവർ ഉപയോഗിക്കുന്ന നിയമപരമായ വാദം അസ്ഥിരപ്പെട്ടു എന്നതാണ് ഈ വിധിക്കപ്പുറത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് നമുക്ക് കരുതാവുന്നതാണ്. ഷിജുഖാൻ, താങ്കൾ കൂട്ടിച്ചേർക്കും. ശ്രീ NPC-ക്ക് അറിയാമല്ലോ, ഈ കേരളത്തിൽ ഇത്തരം ചാൻസലർമാരുടെ അധികാര കയ്യേറ്റം ഉണ്ടായ ഘട്ടം മുതൽ, ഞാൻ പറഞ്ഞ കഴിഞ്ഞ ഒരു കാലയളവിലാണ്, അതിൻ്റെ ഓരോ ചലനങ്ങൾ നടക്കുമ്പോഴും ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിലും വിദ്യാഭ്യാസ രംഗത്ത് ഇടപെടുന്ന ഒരാളെന്ന നിലയിലും പ്രതികരിക്കുന്ന ഒരാളാണ് ഞാൻ. എൻ്റെ ഒരു അനുഭവത്തിൽ നിന്ന് ഞാൻ പറയാം, രാജ്ഭവൻ നടപ്പിലാക്കുന്നത് തങ്ങൾക്കില്ലാത്ത ഒരു അധികാര പ്രയോഗമാണ്. അതാണ് ഇന്ന് കോടതി ശക്തമായ വിധിന്യായത്തിലൂടെ വ്യക്തമാക്കുന്നത്. അങ്ങനെ ഏതെങ്കിലും ഒരു വിവേചനാധികാരം, നിയമത്തെ മറികടക്കാനുള്ള വിവേചനാധികാരം ചാൻസലർക്കോ രാജ്ഭവനോ ഇല്ല. കാരണം ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയുടെ ആക്റ്റിൽ കൃത്യമായും പ്രതിപാദിക്കുന്നുണ്ട്, ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റിയുടെ ആക്റ്റിലും കൃത്യമായി പ്രതിപാദിക്കുന്നുണ്ട്. ഇങ്ങനെ ഏതെങ്കിലും ഒരു വേക്കൻസി റിപ്പോർട്ട് ചെയ്യപ്പെട്ടു വന്നാൽ എന്ത് ചെയ്യണം, അതിൽ ഗവൺമെൻറ്റിൻ്റെ റെക്കമെൻഡേഷൻ്റെ അടിസ്ഥാനത്തിൽ അതിനെ ബേസ് ചെയ്തുകൊണ്ട് മാത്രമേ
ചാൻസലർക്ക് അപ്പോയിൻ്റ് ചെയ്യാൻ കഴിയൂ. എന്ന് മാത്രമല്ല, ഈ ഇപ്രകാരമുള്ള താൽക്കാലിക അപ്പോയിൻമെൻറ്റുകൾ 6 മാസം കടക്കാനും പാടില്ല. ഇത് രണ്ടും വ്യക്തമാണ്, ഒരു സംശയവുമില്ലാതെ. ഇപ്പോഴും കേരളത്തിൽ ആർക്കും വെബ്സൈറ്റ് എടുത്ത് 2 യൂണിവേഴ്സിറ്റികളുടെ ആക്ട് പരതിയാലും മലയാളത്തിലും ഇംഗ്ലീഷിലും വ്യക്തമാണ്. ഈ ഹൈക്കോടതിയുടെ വിധിയുടെ ഏറ്റവും അവസാനത്തെ പാരഗ്രാഫിൽ ഈ 2 വകുപ്പുകളും 2 ആക്ടിലെ 2 വകുപ്പുകളും അടിവരയിട്ടുകൊണ്ടാണ് വിധിന്യായം പുറപ്പെടുവിച്ചിരിക്കുന്നത്. ആർക്കാണ് സംശയം? കേരളത്തിൽ വൈസ് ചാൻസലർമാരുടെ കാര്യത്തിൽ നമ്മുടെ മാധ്യമങ്ങളിൽ പല മാധ്യമങ്ങളും തെറ്റായ വാർത്തകൾ നിങ്ങളെടുത്താൽ ഇന്നലെയും മെനഞ്ഞാന്നും ഇന്നും അടക്കം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. വൈസ് ചാൻസലർമാരുടെ കാര്യത്തിൽ ചാൻസലറാണ് പരമാധികാരി, ചാൻസലർക്കല്ലാതെ മറ്റാരുമല്ല അപ്രോപ്പറേറ്റ് അതോറിറ്റി എന്നതടക്കമുള്ള ദുർവ്യാഖ്യാനങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കേരള യൂണിവേഴ്സിറ്റിയുടെ സിൻഡിക്കേറ്റ് എടുത്ത ഒരു ഡിസിഷനുമേൽ തീരുമാനമെടുക്കാനുള്ള അധികാരം കൊടുത്തിരിക്കുന്നത് ഗവർണർക്കാണെന്ന് വാർത്ത കൊടുത്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ പല മാധ്യമങ്ങളും. അതോടൊപ്പം ഈ ഇൻചാർജ് വൈസ് ചാൻസലർമാരുടെ കാര്യത്തിൽ നിലവിലുള്ള നിയമങ്ങളൊന്നും ബാധകമല്ല. സംസ്ഥാന നിയമസഭയോ ഗവൺമെൻറ്റോ ഒന്നും ഒന്നും ചെയ്യാൻ അധികാരമില്ല എന്ന് നമ്മുടെ വലതുപക്ഷ വൃന്ദത്തെ ഉദ്ധരിച്ചുകൊണ്ട് മറുചോദ്യം ചോദിക്കാതെ കേരളത്തിലെ പല മീഡിയയും മുന്നോട്ട് പോകുന്ന സാഹചര്യമുണ്ട്. പിന്നെ ഞാൻ ഒരു കാര്യം കൂടി പറയാം. നേരത്തെ പിന്നെ നിങ്ങൾ സൂചിപ്പിച്ചല്ലോ, ഇവിടെ കോൺഗ്രസിൻ്റെ നിലപാടെന്താണ് ശ്രീ NPC? ഞാൻ അക്കാലത്തെ പത്രവാർത്തകൾ എൻ്റെ കയ്യിലുണ്ട്, അക്കാലത്തെ പത്രവാർത്തകൾ ഞാൻ എടുത്തു വെച്ചിരിക്കുകയാണ്. കോൺഗ്രസിൻ്റെ നിലപാടെന്താണ്? ഇവിടെ ശിവപ്രസാദിനെ RSSൻ്റെ സംഘപരിവാറിൻ്റെ ആയുധമായി ചട്ടുകമായി ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റിയിലേക്കും നിയമവിരുദ്ധമായി സിസ തോമസിനെ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയിലേക്കും അപ്പോയിൻ്റ് ചെയ്തപ്പോൾ കോൺഗ്രസ് നിശബ്ദമാണ്. അക്കാലത്ത് ലീഗിൻ്റെ ചില പ്രതികരണങ്ങളൊക്കെ നമുക്ക് വാർത്തയിൽ കാണാൻ കഴിയും. പ്രതികരണങ്ങൾക്ക് അപ്പുറമൊന്നും അവർ നടത്തിയില്ല. പക്ഷേ കോൺഗ്രസ് എന്ന നിലപാട് സ്വീകരിച്ചു, UDF എന്ന നിലപാട് സ്വീകരിച്ചു. ഇപ്പോൾ കേരള യൂണിവേഴ്സിറ്റിയിൽ അടക്കമുണ്ടായ അധികാര കയ്യേറ്റത്തിൽ ചാൻസലറും അതോടൊപ്പം അദ്ദേഹത്തിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന വൈസ് ചാൻസലർ മോഹനൻ കുന്നുമേലും നിയമവിരുദ്ധമായി പ്രവർത്തിക്കുമ്പോൾ അതിനെ ചൂണ്ടിക്കാണിക്കാൻ കേരളത്തിലെ UDFനോ കേരളത്തിലെ കോൺഗ്രസിനോ സാധിക്കുന്നുണ്ടോ? അവർ 2 വള്ളത്തിൽ കാല് പിന്നെ വെച്ച് പോകുന്ന സാഹചര്യമല്ലേ കേരളത്തിൽ ഉണ്ടാകുന്നത്? ഇതിനോട് ശ്രീ VD സതീശൻ്റെ പ്രതികരണം എടുക്കണം. ശ്രീ NPC കേരളത്തിലെ മീഡിയ VD സതീശൻ്റെ പ്രതികരണം എടുക്കണം, കോൺഗ്രസിൻ്റെ പ്രതികരണം എടുക്കണം. എന്താ പ്രതികരണം? നിയമവിരുദ്ധമായി 2 പേരെ അപ്പോയിൻ്റ് ചെയ്തപ്പോൾ എന്തായിരുന്നു നിങ്ങൾ എന്തു പ്രതികരിച്ചു? സിംഗിൾ ബെഞ്ചിൻ്റെ വിധി വന്നപ്പോൾ എന്ത് പ്രതികരണം നടത്തി? ഡിവിഷൻ ബെഞ്ചിൻ്റെ വിധി വരുമ്പോഴെങ്കിലും പ്രതികരണം നടത്തണ്ടേ? ഗവൺമെൻറ് എന്താ ചെയ്തത്? ഗവൺമെൻറ് കൃത്യമായി പ്രവർത്തിച്ചു ശ്രീ NPC. ഇപ്പോൾ പല ആളുകളും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേരള യൂണിവേഴ്സിറ്റി സ്തംഭനാവസ്ഥയിലാണ്, അതിൽ ഒക്കെ ഇടതുപക്ഷത്തെയൊക്കെ അതിലേക്ക് വലിച്ചഴച്ച് ഇടതുപക്ഷം അതിന് മറുപടി പറയണമെന്ന് പറയുക. കേരളത്തിലെ യൂണിവേഴ്സിറ്റികളൊന്നും സ്തംഭനാവസ്ഥയിലല്ല. അവിടെ നിയമാനുസൃതം പ്രവർത്തിക്കുന്ന സിൻഡിക്കേറ്റും സെനറ്റുമൊക്കെ ആക്ട് ചെയ്യുകയാണ്. ഈ വൈസ് ചാൻസലർമാർ, ഇൻചാർജ് വൈസ് ചാൻസലർമാരായ ചിലർ, അയോഗ്യരായ ചിലർ ഉണ്ടാക്കുന്ന പ്രതിസന്ധിയേ ഉള്ളൂ. കേരള യൂണിവേഴ്സിറ്റിയിലും അതാണ് സംഭവിച്ചത്. എങ്ങനെയാണ് ഗവൺമെൻറ് പ്രവർത്തിച്ചത്? ഇന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞല്ലോ, നമ്മുടെ മീഡിയ അത് കേരളത്തോട് പറയണം. നിയമാനുസൃതം പ്രവർത്തിച്ചു. 2 യൂണിവേഴ്സിറ്റികളുടെയും ആക്ട് എന്താണോ ഗവൺമെൻറ് കൊടുത്തിരിക്കുന്ന അധികാരം, അതിൻ്റെ അടിസ്ഥാനത്തിൽ പാനൽ കൊടുത്തു ശ്രീ NPC. ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയിലേക്കും ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റിയിലും അടക്കം ഗവൺമെൻറ് നിയമാനുസരണം പാനൽ കൊടുത്തു. ആ പാനലിനെ മറികടന്നു. ആ പാനലിൽ യോഗ്യരായിട്ടുള്ള ആളുകളുണ്ടായിരുന്നു. 2 യൂണിവേഴ്സിറ്റിയിലേക്കും MS രാജശ്രീയെ പോലെ, ഡോക്ടർ മുജീബിനെ പോലെ, ഡോക്ടർ വിനോദ് കുമാർ ജേക്കബിനെ പോലെ വളരെ പ്രമുഖരായ സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് ദീർഘകാല അനുഭവങ്ങളുള്ള ആളുകളെ കൊടുത്തു നിയമാനുസരണം. എന്നിട്ട് ഈ ചാൻസലർ, അന്നത്തെ ചാൻസലറും അതിൻ്റെ തുടർച്ചയായി ഇന്നത്തെ ചാൻസലറും അതിനെയൊക്കെ സമ്പൂർണ്ണമായി ലംഘിക്കുകയാണ്. അപ്പോൾ ഒറ്റ ചോദ്യമേ ഉള്ളൂ, ഈ ചാൻസലർ പദവി തന്നെ വേണോ? അതല്ലേ ശ്രീ NPC ഇന്നത്തെ കേരളം ചോദിക്കേണ്ട ചോദ്യം. ഈ ചാൻസലർ പദവി വേണോ? അത് നിയമാനുസരണം ഗവർണർക്ക് കൊടുക്കേണ്ടതില്ല, ഗവർണറുടെ അവകാശമല്ല, ഗവർണറുടെ പ്രിവിലേജ് അല്ല എന്ന കാര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തമിഴ്നാട് പാസാക്കിയ നിയമം ഇപ്പോൾ സുപ്രീം കോടതി അംഗീകരിച്ചു. കേരളം ഇന്ന് ചർച്ച ചെയ്യണം.
എന്തിനായിരുന്നു സിസ തോമസിനെ വെച്ച്, എന്തിനായിരുന്നു ശിവപ്രസാദിനെ വെച്ച് ഈ ഡ്രാമ നടത്തിയത്? എന്തിനാണ്? ഇത് സംഘപരിവാറിൻ്റെ തിട്ടൂരമാണ്. ഇത് ഡൽഹിയിൽ നിന്ന് പുറപ്പെടുവിക്കുന്ന RSSന്റെ തിട്ടൂരമാണ് കേരളത്തിൽ നടപ്പിലാക്കിയത്. ആ തിട്ടൂരത്തെ എടുത്ത് അറബിക്കടലിൽ വലിച്ചെറിഞ്ഞിരിക്കുന്നു. അതാണ് ഇന്നത്തെ വിധിന്യായം. കോൺഗ്രസിനോട് ചോദിക്കണം. അവരെ ഈ കേരളം ഇന്നത്തെ ദിവസം വെറുതെ വിടരുത്. കോൺഗ്രസിനോട് ചോദിക്കണം. അവർ പാലിച്ച നിശബ്ദത, എല്ലാത്തിൻ്റെയും ഉത്തരവാദിത്തം ഗവൺമെന്റിന്റെ തലയിൽ ചാരി RSSന് പ്രൊട്ടക്ട് ചെയ്യാണ്. മോഹനൻ കുന്നുമേലിനെ പ്രൊട്ടക്ട് ചെയ്യാണ് തിരുവനന്തപുരത്തെ സംഘപരിവാറായി മാറിക്കൊണ്ടിരിക്കുന്ന കോൺഗ്രസ്. ഈ മോഹനൻ കുന്നുമേലും തലസ്ഥാനം ഒഴിയണം. ശ്രീ NPC ഇന്ന് കേരളം ചർച്ച ചെയ്യണം. അദ്ദേഹത്തിന് കേരള യൂണിവേഴ്സിറ്റിയുടെ VC ആയിരിക്കാൻ യോഗ്യതയില്ല. അദ്ദേഹം കേരള യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ ആയിരിക്കാൻ യോഗ്യതയില്ല. ഗവൺമെന്റിനെ മറികടന്നുകൊണ്ട് അന്നത്തെ ചാൻസലറാണ് ഈ മോഹനൻ കുന്നുമേലിനെ നിയോഗിച്ചത്. ഇനിയും ഒരു കോടതി വ്യവഹാരത്തിന് കാത്തു നിൽക്കാതെ മോഹനൻ കുന്നുമേൽ ഇന്ന് സ്ഥാനമൊഴിയാനുള്ള അന്തസ്സ് പ്രകടിപ്പിക്കണം. അതാണ് ഈ രണ്ട് വിധിന്യായങ്ങളുടെ അർത്ഥം. ഇന്ന് രണ്ട് മന്ത്രിമാർ, നമ്മുടെ നിയമമന്ത്രിയും ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയും ഈ കാര്യത്തോട് പ്രതികരിച്ചിട്ടുണ്ട്, ഈ കോടതി വിധിയോട് പ്രതികരിച്ചിട്ടുണ്ട്. അവർ പറഞ്ഞ വാക്കുകളിലേക്ക് നമുക്ക് പോയി വന്നിട്ട് ചർച്ച തുടരാം. KTU, ഡിജിറ്റൽ സർവകലാശാല എന്നീ സർവകലാശാലകളിലെ താൽക്കാലിക വൈസ് ചാൻസലർ നിയമനവുമായി ബന്ധപ്പെട്ട് ചാൻസലറായ ഗവർണർ സ്വീകരിച്ച നടപടികൾ നിയമവിരുദ്ധമാണ് എന്ന് തെളിഞ്ഞിരിക്കുകയാണ്. ഇന്ന് ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് അദ്ദേഹത്തിൻ്റെ അപ്പീൽ തള്ളിയിരിക്കുന്നു. ഗവർണർ നടത്തിയ നിയമവിരുദ്ധമായ നടപടി കോടതി തള്ളിയിരിക്കുകയാണ്. കുറേ കാലങ്ങളായിട്ട് ഇവിടെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ ശരിയാണ് എന്നാണ് നിരന്തരം ലഭ്യമാകുന്ന കോടതി വിധികൾ സൂചിപ്പിക്കുന്നത്. സർവകലാശാലകളുമായി ബന്ധപ്പെട്ട് ചാൻസലർക്ക് അധികാരങ്ങളുണ്ട്. പക്ഷേ ആ അധികാര പരിധിക്ക് അപ്പുറത്തേക്ക് പോകുമ്പോൾ അത് വലിയ ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നുണ്ട്. സർക്കാർ നിർദ്ദേശിക്കുന്ന പാനലിൽ നിന്നാണ് നിയോഗിക്കേണ്ടത്. കോടതി വിധി ലഭ്യമായാൽ ഉടനെ അതുമായി ബന്ധപ്പെട്ട് തുടർ നടപടികളിലേക്ക് പ്രവേശിക്കും. താൽക്കാലിക VCമാരെ ചാൻസലർ ഇപ്പോൾ വയ്ക്കുന്ന രീതി, ഇപ്പോൾ മാത്രമല്ല ഇതിന് മുമ്പത്തെ ചാൻസലർ ആയിരിക്കുമ്പോഴും എടുത്തിട്ടുള്ള രീതി എന്നുള്ളത്, ഈ പേരുകൾ എവിടെ നിന്ന് വരുന്നു എന്നത് സംബന്ധിച്ച് ഒരു വ്യക്തതയുമില്ല, ഒരു സുതാര്യതയില്ല, ഇവരുടെ മെറിറ്റിനെ കുറിച്ച് വ്യക്തതയില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഏകപക്ഷീയമായി ശൂന്യതയിൽ നിന്ന് പേരുകളെടുത്ത് നിയമിക്കുന്ന രീതി ഒരു സംവിധാനത്തിനകത്തും അംഗീകരിക്കാൻ കഴിയുന്നതല്ല. അപ്പോൾ VCമാരുടെ നിയമനത്തെ സംബന്ധിച്ചുള്ള ഒരു ശ്രദ്ധേയമായ വിധിയായിട്ട് വേണം ഇതിനെ കാണാൻ. അതിനനുസൃതമായി തന്നെ അടിയന്തരമായി പുതിയ നിർദ്ദേശങ്ങൾ ഗവൺമെൻറ്റിൽ നിന്ന് വരും. അതിനനുസരിച്ച് തീരുമാനമെടുക്കാൻ ചാൻസലർ തയ്യാറാകുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയും ഒപ്പം തന്നെ നിയമമന്ത്രിയും പ്രതികരിച്ചതാണ് നമ്മൾ കണ്ടത്. ചാൻസലർ ഈ രണ്ട് പേരെ താൽക്കാലിക VCമാരാക്കിയപ്പോൾ വേണ്ടത്ര ആലോചിച്ചില്ല, മുൻ സുപ്രീം കോടതി വിധികൾ പരിഗണിച്ചില്ല എന്നൊരു കടുത്ത വിമർശനം ഹൈക്കോടതി ഉന്നയിച്ചിട്ടുണ്ട്. ഹൈക്കോടതിയുടെ കസേരയിലിരിക്കുന്ന ഒരു ജഡ്ജിക്ക് പറയാവുന്നതിൻ്റെ പരമാവധി വെച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം ചാൻസലർ ആയിരിക്കാൻ ഇപ്പോൾ അത് കയ്യാളിയിരിക്കുന്ന ഈ രണ്ടു പേർ അനർഹരാണ് എന്നാണ് അതിൻ്റെ അന്തരാർത്ഥം. ചാൻസലർ ആയി ഗവർണർ തുടരണോ എന്ന നേരത്തെ ഷിജുഖാൻ പറഞ്ഞ ചോദ്യം തന്നെയാണ്. കേരള നിയമസഭയാണ് അങ്ങനെ ഒരു നിയമം ഉണ്ടാക്കിയത്. പല നിയമസഭകളും അതിൽ നിന്ന് പിന്മാറി ചാൻസലറെ ആ പദവിയിൽ നിന്ന് ഗവർണറെ മാറ്റിയിട്ടുണ്ട്. കേരള നിയമസഭയും അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അതിൽ ഒപ്പിടേണ്ടത് താനാണ് എന്നതുകൊണ്ട് ഗവർണർ ഒപ്പിടാതിരിക്കുന്നത് വഴി, അത് രാഷ്ട്രപതിയുടെ അംഗീകാരത്തിന് വിട്ടിരിക്കുന്നതൊക്കെ വഴി പലതരത്തിൽ പലയിടത്തും നടപ്പാക്കാതിരിക്കുകയാണ്. നമ്മുടെ സ്ഥലത്തും അത് നടപ്പാക്കാതിരിക്കുകയാണ്. ചാൻസലറാവാൻ ഗവർണർ തന്നെ വേണോ, ഗവർണർ ചാൻസലർ ആകേണ്ട എന്ന കേരള നിയമസഭയുടെ ആ കാഴ്ചയ്ക്ക് അർത്ഥമില്ലേ? പൊടിപ്പാറ. തീർച്ചയായിട്ടും ഇപ്പോഴത്തെ ഒരു സാഹചര്യം കഴിഞ്ഞ കുറെ കാലമായിട്ടുള്ള സർവകലാശാലകളിലെ, കേരളത്തിലെ സർവകലാശാലകളിൽ, തമിഴ്നാട്ടിലെ സർവകലാശാലകളിലെയൊക്കെ കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് സർവകലാശാലകളിൽ നടക്കുന്നത് ഈ വൈസ് ചാൻസലർ VC നിയമനത്തെ ചൊല്ലി സർക്കാരും ഗവർണർമാരും തമ്മിൽ നടക്കുന്ന പോരാട്ടമാണ്. സത്യത്തിൽ ഈ പോരാട്ടത്തിന് ഈ അക്കാദമിക് രംഗമായിട്ട് ഒരു ബന്ധവുമില്ല.
ഇത് ഈ ഭരണ നിർവഹണം സംബന്ധിച്ച രണ്ട് രാഷ്ട്രീയ താല്പര്യങ്ങൾ, വ്യത്യസ്തമായ രാഷ്ട്രീയ താല്പര്യങ്ങൾ തമ്മിലുള്ള സംഘാതമാണ് നടക്കുന്നത്. വാസ്തവത്തിൽ സർവകലാശാലകളെ സംബന്ധിച്ചിടത്തോളം ഈ സംഘാതത്തിന് എത്രത്തോളം പ്രാധാന്യമുണ്ട്? ഇന്നിപ്പോ കോടതി വിധിയിൽ വളരെ പ്രസക്തമായിട്ട് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട്. ഒരു VC എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു ചട്ടുകമല്ല, മറിച്ച് അക്കാദമിക് ഭരണ വിഭാഗങ്ങൾ തമ്മിലുള്ള ഒരു പാലമാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. വളരെ കൃത്യമായ ഒരു കാര്യമല്ലേ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. അതായത് ഗവർണറുടെ ഉത്തരവനുസരിക്കേണ്ട ഒരു അടിമയല്ല, അതുപോലെ തന്നെ സർക്കാരിനെ മാത്രം അംഗീകരിക്കേണ്ട ഒരു വ്യക്തിയല്ല, മറിച്ച് അക്കാദമിക് വിഭാഗവും ഭരണവിഭാഗവും തമ്മിലുള്ള ഒരു എന്താ പറയുക ഒരു സമന്വയം, അതിനെ സ്മൂത്തായി സമാധാനപരമായി വളരെ ആ സ്ഥാപനത്തിന്റെ നന്മയ്ക്കുതകും വിധത്തിൽ ഒരു നല്ല അന്തരീക്ഷം ഉറപ്പാക്കേണ്ട പ്രൈമറി ഉത്തരവാദിത്തമാണ് VC-ക്കുള്ളത് എന്ന് പറയുന്നത് വളരെ കൃത്യമായൊരു നിർവചനമാണ് നൽകിയിരിക്കുന്നത്. ഒരു VC എന്തായിരിക്കണം എന്നുള്ളത് തുടക്കത്തിൽ തന്നെ ഷിജുഖാൻ പറഞ്ഞ പോലെ, അല്ലെങ്കിൽ നേരത്തെ ലാൽകുമാർ ചൂണ്ടിക്കാണിച്ചതുപോലെ ഒരു അടിമ ഉടമ ബന്ധമല്ല VC പോസ്റ്റ്. നമുക്കറിയാവുന്ന കഴിഞ്ഞ കാലങ്ങളിലേക്കുള്ള VC-മാരെ കുറിച്ചുള്ള നമ്മുടെ അവസ്ഥ എന്താ? ജോൺ മത്തായി, ജവഹർലാൽ നെഹ്റുവിന്റെ കാലത്ത് VC ആയിരുന്നു ഡോക്ടർ ജോൺ മത്തായി പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ. അന്ന് അദ്ദേഹത്തോട് ജവഹർലാൽ നെഹ്റു പറഞ്ഞ കാര്യം ഓർമ്മയുണ്ടല്ലോ, ഞാൻ അങ്ങോട്ട് വന്ന് കാണാമെന്നാ പറഞ്ഞത്. ആ ഒരു ഇതിന് പകരം ഇപ്പൊ ആരുടെയൊക്കെയോ ഉത്തരവുകൾ പാലിക്കുകയും ആർക്കൊക്കെയോ വേണ്ടി മാത്രം നാവനക്കുകയും ഫയൽ ഒപ്പിടുകയും ചെയ്യുന്ന ഇത്തരം വൈസ് ചാൻസലർമാരുടെ കാലം വന്നു എന്നുള്ളത് നമ്മുടെ അക്കാദമിക് രംഗത്തിന്റെ ഒരു ദുരന്തം തന്നെയാണ്, ദുര്യോഗം തന്നെയാണ്. അത് കഴിഞ്ഞ കുറച്ചു കാലമായിട്ട്, മുൻപൊക്കെ ചെറിയ അളവിലൊക്കെ അതൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ പോലും രാഷ്ട്രീയ താല്പര്യങ്ങളുടെ പേരിൽ നിയമനങ്ങളൊക്കെ നടക്കുന്നെങ്കിലും ആ സ്ഥാനത്ത് കയറിയിരിക്കുമ്പോൾ അവർ ആ സ്ഥാനത്തിന്റെ മഹത്വം ഉയർത്തിപ്പിടിക്കുന്ന രീതിയിൽ കുറെയൊക്കെ നിഷ്പക്ഷമായിട്ട് പ്രവർത്തിച്ചിരുന്നു. അതിൽ തർക്കമില്ല. പക്ഷേ ചാൻസലർ പദവി ഗവർണറിൽ തന്നെ നിക്ഷിപ്തമായിരിക്കണം എന്ന തരത്തിലാണ് രാജ്ഭവൻ പെരുമാറുന്നത്, രാഷ്ട്രപതി ഭവൻ പെരുമാറുന്നത് കേരളത്തോട്. അത് നീതീകരിക്കാവുന്നതാണോ ഈ ദുരനുഭവത്തിന്റെ പശ്ചാത്തലത്തിലും ഈ കോടതി വിധിയുടെ വെളിച്ചത്തിലും? പൊടിപ്പറ, അതാണ് എൻ്റെ ചോദ്യം. തീർച്ചയായിട്ടും നമ്മൾ കേരള നിയമസഭ പാസ്സാക്കി കഴിഞ്ഞല്ലോ ഇങ്ങനെ ഒരു ചാൻസലറായിട്ട് ഗവർണർ വേണ്ട, നിയമമായിട്ടില്ല. അതെ, ആരിഫ് മുഹമ്മദ് ഖാൻ അന്ന് പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, എനിക്ക് ഈ ഉത്തരവാദിത്തം, ഈ കുരിശ് കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് അകറ്റണമെന്ന് ഒരു ഘട്ടത്തിൽ അദ്ദേഹം പറയുകയും ചെയ്തു. പക്ഷെ അദ്ദേഹം തന്നെ അത് ഒപ്പിടാൻ വിസമ്മതിച്ച് ഗവർണർക്ക് അയച്ചു കൊടുത്തു. ഇപ്പോഴത്തെ ഗവർണറും ആ കാര്യത്തിൽ നിശബ്ദത പാലിക്കുന്നു, രാഷ്ട്രപതി ഭവനും നിശബ്ദത പാലിക്കുന്നു. ഇവിടുത്തെ കേരളത്തിലെ പൊതുസമൂഹം ആഗ്രഹിക്കുന്നത് ഇനി എന്ത് സംഭവിച്ചാലും ശരി ഈ ഗവർണർ സർക്കാർ പോരിനൊരു അവസാനം ഉണ്ടാവുകയും സർവകലാശാലകൾ കഴിഞ്ഞ കാലങ്ങളിലെ പോലെ കുറെ കൂടി ഉയർന്ന നിലവാരത്തിൽ അക്കാദമിക് ബ്രില്യൻസിന് പ്രാധാന്യം നൽകുന്ന രീതിയിൽ ഉയർന്ന നിലവാരത്തിലേക്ക് നമ്മുടെ സർവകലാശാലകളെ തിരിച്ചെത്തിക്കാൻ, ഇത്തരം ചക്കളത്തി പോരിന്റെ വേദികളാകാതെ നിരന്തരമായ പ്രക്ഷോഭങ്ങളുടെ, അതുപോലെ തന്നെ നിയമ പോരാട്ടങ്ങളുടെ, വിദ്യാർത്ഥി സമരങ്ങളുടെയൊക്കെ വേദിയാകുന്ന ഈ ഒരു അവസ്ഥയ്ക്ക് വിരാമം ഉണ്ടാകാൻ ഈ ചാൻസലർ പദവി ഗവർണറിൽ നിന്ന് എടുത്തു മാറ്റി അദ്ദേഹത്തിന് മറ്റേ ഭരണഘടനാപരമായ ആ ഒരു ഉത്തരവാദിത്വം ഉണ്ടല്ലോ, ആ ഭരണത്തലവൻ എന്നുള്ള ആ ഒരു പദവി മാത്രം അലങ്കരിച്ചാൽ മതി. സർവകലാശാലകളെ ഗവർണറിൽ നിന്നൊന്ന് രക്ഷപ്പെടുത്തണമേ എന്നുള്ള ഒരു പ്രാർത്ഥന കഴിഞ്ഞ കുറെ കാലമായിട്ട് കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്തെ സ്നേഹിക്കുന്ന മനുഷ്യരുടെ എല്ലാം ഉള്ളിലുണ്ട്. അത് എങ്ങനെയെങ്കിലും ഒന്ന് യാഥാർത്ഥ്യമായി കിട്ടിയാൽ കേരളം കുറെ കൂടി സമാധാനപൂർണ്ണമാകും എന്നുള്ള ഒരു അവസ്ഥയിലേക്കാണ് ഇപ്പൊ കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. ഞാൻ ജേക്കബ് ജോർജിലേക്ക് പോവുകയാണ്. താങ്കൾ നേരത്തെ ചൂണ്ടിക്കാണിച്ച ആ VC ജോൺ മത്തായി, അത് കേരള സർവകലാശാലയുടെ അഭിമാനമായിരുന്ന VC-യാണ്. അദ്ദേഹത്തോട് താങ്കളെ അങ്ങോട്ട് വന്ന് ഞാനാണ് കാണേണ്ടത് എന്ന് പറഞ്ഞത് മുഖ്യമന്ത്രി EMS ആണ്. ആ ഒരു അതെ അതൊന്ന് അല്ല, അതൊരു ഓർമ്മയെന്ന് വന്നതായിരിക്കും, അത് പ്രശ്നമില്ല. ഒരു ഭരണാധികാരിയും ഒരു വൈസ് ചാൻസലറും തമ്മിലുള്ള ക്ലാസിക് ബന്ധം, അതിനെ കേരളത്തിന്റെ ചരിത്രത്തിലുള്ള ആ ഉദാഹരണം താങ്കൾ കോട്ട് ചെയ്തത് നന്നായി. പക്ഷെ അത് ഇവരാണ് കഥാപാത്രങ്ങൾ. അതെ ഞാൻ പറയാം, അത് സ്ലിപ്പ് പറ്റിയതാണ്, അത് കുഴപ്പമില്ല. പക്ഷേ കേരളത്തിലെ വൈസ് ചാൻസലർമാരുടെ ആ ഔന്നത്യത്തെയാണ് കാണിക്കുന്നത്. എത്രയോ ഉന്നതരായിരുന്നു കേരളത്തിൽ സർവകലാശാല വൈസ് ചാൻസലർമാരായിട്ടിരുന്നിട്ടുള്ളത്. വിദ്യാഭ്യാസ വിചക്ഷണർ മാത്രമല്ല, സമൂഹത്തിൽ ഏറ്റവും ഉയർന്ന സ്ഥാനങ്ങളിലുള്ളവർ, ബഹുമാനം അർഹിക്കുന്നവർ. അതാണ് പ്രധാനം. സർവ്വജനതയുടെയും ബഹുമാനം അർഹിക്കുന്ന മഹാന്മാരായ VC-മാർ
അതാണ് കേരളത്തിലെ സർവകലാശാലകൾക്ക് ഉണ്ടായിട്ടുള്ളത്. അതിലൊന്നാണ്ട് ഡോക്ടർ ജോൺ മത്തായി. ജവഹർലാൽ നെഹ്റുവിൻ്റെ കാലത്താണ് അദ്ദേഹം വന്നത്. അനന്തമൂർത്തിയുണ്ട്. യു ആർ അനന്തമൂർത്തി, പിന്നെ വി കെ സുകുമാരൻ നായർ, പിന്നെ മൈക്കിൾ തരകൻ, ഡോക്ടർ മൈക്കിൾ തരകൻ, പലരുണ്ട്. എന്ത് മനോഹരമായ വ്യക്തിത്വങ്ങളാണ് അവരൊക്കെ. ഒരു കോൺട്രവേഴ്സിയും ഉണ്ടാക്കാതെ സർവകലാശാലയ്ക്ക് വേണ്ടി, ഉന്നത വിദ്യാഭ്യാസ രംഗത്തിന് വേണ്ടി പ്രവർത്തിച്ച വലിയ മനുഷ്യർ. ആ മനുഷ്യരുടെ നിരയിലേക്കാണ്, അവരുടെ പട്ടികയിലേക്കാണ് കടിച്ചു തൂങ്ങിക്കിടക്കുന്ന വൈസ് ചാൻസലർമാർ കേരള സർവകലാശാലയുടെ ചരിത്രത്തിലേക്ക് കടന്നു വരുന്നത്. കടിച്ചു തൂങ്ങിക്കിടന്ന വെറും നമ്മൾ കൂടുതൽ പറയുന്നില്ല, അവർക്ക് വിദ്യാഭ്യാസ യോഗ്യതയുള്ളവരാണ്. ചാൻസലർ പദവിയിൽ ഗവർണർ തുടരുന്നു, അതാണ് ഈ ഘട്ടത്തിലെ ചോദ്യം. അത് NPC ചാൻസലർ പദവി എന്ന് പറയുന്നത് തിരഞ്ഞെടുക്കപ്പെട്ട പോസ്റ്റ് അല്ല. NPC അത് തിരഞ്ഞെടുക്കപ്പെട്ട കേന്ദ്ര ഗവൺമെൻറ് അത് സമ്മതിക്കുന്നു. ആ ഗവൺമെൻറ് അവരുടെ രാഷ്ട്രീയത്തിനനുസരിച്ച് ഓരോരുത്തരെ ഇങ്ങോട്ട് നിയോഗിക്കുകയാണ്, കെട്ടിയിറക്കുകയാണ്. അവരെന്നിട്ട് അങ്ങോട്ട് അധികാരം പ്രയോഗിക്കാൻ തുടങ്ങിയാലോ? അവർ പക്ഷേ ഇതുപോലെയുള്ള VC-മാരെ, അർഹതയില്ലാത്തവരെ ഓരോ സ്ഥാനത്ത് പിടിച്ചിരുത്തുന്നു. അർഹതയില്ലാത്തവർ ഒരു സ്ഥാനത്ത് കയറിയാൽ, അർഹതയില്ലാത്തവർ സ്ഥാനത്ത് കയറിയാൽ അവർ കടിച്ചു തൂങ്ങിക്കിടക്കാൻ വേണ്ടി എന്ത് വിടുവേലയും ചെയ്യും. അതാണ് ഇപ്പം കണ്ടത്. ഞാൻ ആ ഗ്രാഫിനെ കുറിച്ച് ഡിജിറ്റൽ സർവകലാശാലയ്ക്ക് അല്പം കൂടി പറയാം. പെട്ടെന്ന് നമുക്ക് മൊത്തം ഒരു 4 മിനിറ്റേ ഉള്ളൂ. രണ്ട് ഗസ്റ്റുകൾ സംസാരിക്കാനുണ്ട്. കേരള സർക്കാർ 101 കോടി രൂപ കൊടുത്തു, അത് ചിലവാക്കിയിട്ടില്ല. ആ കൂടി സർവകലാശാല, ഡിജിറ്റൽ സർവകലാശാല ചിലവാക്കിയത് 3 കോടി രൂപ. ബാക്കിയെല്ലാം ഇതുപോലുള്ള പ്രോജക്റ്റുകളിൽ നിന്ന്, IT രംഗത്തെ വൻ പ്രോജക്റ്റുകളിൽ നിന്ന് കിട്ടിയതാണ്. അതിലൊരു പ്രധാനപ്പെട്ട ആളാണ് ഡോക്ടർ അലക്സ്, ലോകപ്രശസ്ത. താങ്കൾ നേരത്തെ പറഞ്ഞു തന്നെയാണ് അതിന്റെ വസ്തുത. അത്തരത്തിലുള്ള സ്വന്തമായി കണ്ടെത്തി, ഇന്നോവേഷനിലൂടെ കണ്ടെത്തി അത് നടപ്പാക്കിയവരെ തകർത്ത് കളയുന്ന നിലപാടാണ് ജനങ്ങളുടെ ശ്രദ്ധയിൽ വന്നു കഴിഞ്ഞു. നമുക്ക് സമയം തീരുകയാണ്. 2 ഗസ്റ്റിലേക്ക് കൂടി പെട്ടെന്ന് പോകാനുണ്ട്. സംസ്ഥാന സർക്കാരും ഉചിതമായ നടപടിയെടുക്കണം. അത് വ്യക്തമായി. ലാൽകുമാർ, ഗവർണർ പദവി തന്നെ ചോദ്യം ചെയ്യപ്പെട്ടിട്ടുണ്ട്. സർക്കാരിയ കമ്മീഷൻ അത് അടിവരയിട്ട് പറഞ്ഞിട്ടുണ്ട്. കുറച്ചു കാലമെങ്കിലും രാഷ്ട്രീയത്തിൽ പ്രവർത്തിച്ചിട്ടില്ലാത്തവർ വേണം ഗവർണറായി വരാൻ, അത് സംസ്ഥാനത്തിൻ്റെ ലിസ്റ്റ് അനുസരിച്ച് ചെയ്യണം എന്നൊക്കെ പറഞ്ഞൊരു കമ്മീഷൻ നമുക്കുണ്ടായിരുന്നു. 83 വന്ന സർക്കാരിയ കമ്മീഷൻ. അതൊക്കെ ശരിയായിരുന്നു. ആ കമ്മീഷൻ്റെ ആശങ്കകൾ ശരിയായിരുന്നു എന്ന് തെളിഞ്ഞിരിക്കുകയാണ്. ചാൻസലറായി കേരളത്തിൽ ഗവർണർ തുടരേണ്ടതുണ്ടോ? പെട്ടെന്ന് 1 മിനിറ്റ്. അല്ല, ഇത് നമ്മളൊരു ഡെമോക്രാറ്റിക് സിസ്റ്റത്തിൽ നിങ്ങൾ ഒരു ഓട്ടോക്രാറ്റിക് ടെൻഡൻസി വന്നു കഴിഞ്ഞാൽ അതിനെ ഡെമോക്രാറ്റിക് രീതിയിൽ വലിയ പാടാണ് ഡീൽ ചെയ്യാൻ. അതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നോക്കൂ, നമുക്കുള്ള മാർഗ്ഗം എന്താ? നമ്മൾ സിവിലൈസ്ഡ് ആണ് അല്ലേ? നമുക്ക് കോടതിയിലേക്ക് പോകാൻ പറ്റൂ, അല്ലെങ്കിൽ ഇങ്ങനെ അതിനകത്തൊരു ഡിലേ ഉണ്ട്. അപ്പം സാധാരണഗതിയിൽ ഒരു ജനാധിപത്യ സമൂഹത്തിനകത്ത് ഭരണഘടനാ പദവി എന്ന് മാത്രമല്ല, പൗരന്മാരുൾപ്പെടെയുള്ള ആൾക്കാർ ജനാധിപത്യപരമായി പെരുമാറുക എന്നുള്ളതാണ് ജനാധിപത്യത്തിൻ്റെ ലക്ഷ്യം. അപ്പം ഭരണഘടനാ പദവിയിലിരിക്കുന്നവർ തന്നെ ജനാധിപത്യ വിരുദ്ധമായി പെരുമാറുമ്പം നമുക്ക് കോടതിയിലേക്കാണ് പോകുന്നത്. അത് ഇപ്പം അബദ്ധത്തിൽ ജനാധിപത്യ വിരുദ്ധമാണ് ആയ ഒരു ഗ്രേ ഏരിയ വരുമ്പോൾ ചിലപ്പം ജനാധിപത്യ വിരുദ്ധത സംഭവിക്കാം. അത് കോടതി കണ്ടെത്തി എന്ന് പറയുന്നത് നമുക്ക് ന്യായമായിട്ട് വേണം കണക്കാക്കാം. പക്ഷേ അതല്ല, ഇത് വളരെ എവിഡൻ്റ്ലി നിങ്ങൾക്ക് മനസ്സിലാവും ജനാധിപത്യ വിരുദ്ധതയാണ് ചെയ്യുന്നത്. അത് ഫാസിസ്റ്റ് ഭരണകൂടം ഈ പറയുന്ന വലതുപക്ഷം പിടിമുറുക്കുമ്പം യഥാർത്ഥത്തിൽ ഭരണഘടനാ പദവികൾ ഉപയോഗിച്ച് ആ ഭരണഘടനയെ തന്നെ നശിപ്പിക്കുന്ന ഒരു ടെൻഡൻസിയാണ് കാണുന്നത്. അത് ആരിയ്ക്കുന്നു, ഏത് പദവിയിൽ ആരിയ്ക്കുന്നു എന്നുള്ളതിനൊരു ചോദ്യമുണ്ട്. വൈസ് ചാൻസലർ എന്ന് പറഞ്ഞാൽ വലിയ പദവിയിലിരിക്കേണ്ട ആൾക്കാർ, വലിയ മനുഷ്യരിരിക്കേണ്ട, വലിയ ഇൻ്റലക്ച്വൽ മൈൻഡ്സ് ഇരിക്കേണ്ട അടുത്ത് ഈ മോഹനം കുന്നുമേലൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ ഇതാകും സ്ഥിതി. അതിനകത്ത് പ്രത്യേകിച്ച് ഞാൻ മോഹനം കുന്നുമേൽ എന്നുള്ളത് ഒരു എക്സാമ്പിളായിട്ട് പറഞ്ഞതേ ഉള്ളൂ. മറ്റു ആൾക്കാരുടെയും സിസ തോമസിൻ്റെ സ്ഥിതി ഇതൊന്നും അല്ല, വ്യത്യസ്തമല്ല. കാര്യം അവർ പണിയെടുക്കുന്നത്, അവരെ അപ്പോയിൻറ്റ് ചെയ്തത് ചാൻസലർ അതോറിറ്റി ആണെങ്കിലും, പക്ഷെ അവർ പണിയെടുക്കുന്നത് ഇറ്റ് ഷുഡ് ബി ഫോർ ദ വെൽഫെയർ ഓഫ് ദ യൂണിവേഴ്സിറ്റി, അല്ലെങ്കിൽ അതിൻ്റെ വാല്യൂസ് അപ്ഹോൾഡ് ചെയ്യാനായിരിക്കണം അവർ ചെയ്യുന്നത്. അതിന് പകരം എന്നെ അപ്പോയിൻറ്റ് ചെയ്തിരിക്കുന്ന ഇന്ന ആളാണ്, അതുകൊണ്ട് ഞാൻ ഇന്ന് തൊട്ടുള്ള പണി മൊത്തം അവർക്ക് വേണ്ടി എടുത്തേക്കാമെന്ന് പറയുന്നതാണ് ഞാൻ ആദ്യം പറഞ്ഞ മാസ്റ്റർ സ്ലേവ് റിലേഷൻഷിപ്പിനകത്തെ സ്ലേവറി. ലാൽകുമാർ, ഞാനിപ്പോൾ ഷിജുഖാനിലേക്ക് പോവുകയാണ്. ഷിജുഖാൻ, ചോദ്യം ചോദിക്കാൻ പോലും സമയമില്ല, നമുക്ക് തീരാൻ പോവുകയാണ്. താങ്കളുടെ വിരാമമായിട്ട് ഇത് അവസാനിപ്പിക്കാൻ വേണ്ടി താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? ഞാൻ ഇന്നത്തെ ഒരു രസകരമായ കാര്യം ആലോചിക്കുകയാണ്. NPC കേരള യൂണിവേഴ്സിറ്റിയിൽ
നിയമാനുസൃതം നിയോഗിക്കപ്പെട്ട് അന്തസ്സായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു രജിസ്ട്രാറെ കോമ്പൗണ്ടിനകത്ത് കയറ്റരുതെന്ന് രാത്രി 11:50 ഉത്തരവ് പുറപ്പെടുവിച്ച സിസ തോമസ് ഇനി യൂണിവേഴ്സിറ്റിയിലേക്ക് പ്രവേശിക്കില്ല. രസകരമായ ദിവസമാണ് ശ്രീ NPC. ഒന്നാമത്തെ വിക്കറ്റ് ഇപ്പോൾ വീണിരിക്കുകയാണ്. ഇനി ഇൻചാർജ് VC ആയി ഇപ്പോൾ പ്രവർത്തിക്കുന്ന മോഹനൻ കുന്നുമേൽ അദ്ദേഹവും ഈ രജിസ്ട്രാറെ ക്യാമ്പസിൽ പ്രവേശിപ്പിക്കില്ല എന്ന് വീണ്ടും ഉത്തരവ് പുറപ്പെടുവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഇൻചാർജ് VC പുറപ്പെടുവിക്കുന്ന ഉത്തരവിന് കാലണയുടെ വിലയുണ്ടോ എന്ന കാര്യം ഞാനിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ ദിവസം അങ്ങേയറ്റം ഈ വിഷയത്തിൻ്റെ ഗൗരവം ഉൾക്കൊണ്ട് തന്നെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, പ്രൊഫസർ അനിൽകുമാർ നിയമാനുസൃതം നിയോഗിക്കപ്പെട്ട രജിസ്ട്രാറെ കോമ്പൗണ്ടിൽ കാല് കുത്തരുതെന്ന് ഉത്തരവ് പുറപ്പെടുവിച്ച അർദ്ധരാത്രിയിലെ ഒരു മഹതി ഇനി ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയുടെ കോമ്പൗണ്ടിലേക്ക് പ്രവേശിക്കപ്പെടുകയില്ല. ചരിത്രപരമായ ഒരു നീതി ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ നിന്ന് പുറപ്പെടുവിക്കപ്പെട്ടിരിക്കുകയാണ്. ചർച്ചയിലുള്ളവരെല്ലാം ഏതാണ്ട് ഒരേ താല്പര്യത്തോടു കൂടിയാണ്, ഒരേ ആവേശത്തോടും ആത്മാർത്ഥതയോടും കൂടിയാണ് ഇവിടെ സംസാരിച്ചത്. ചരിത്രപരമായൊരു വിധി നമുക്ക് കിട്ടിയിരിക്കുന്നു. കലുഷിതമായ ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ ഈ വിധിയുടെ വെളിച്ചം നയിക്കട്ടെ, തെറ്റുകാർ തിരുത്തട്ടെ, ആവശ്യം ഉന്നയിക്കുന്നവരുടെ കൂടെ നീതി നിൽക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നമസ്കാരം.